ഹലോ വെൽക്കം ടു വിന്നേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ പാർട്ട് 2 പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ KBMS നിന്നാണ്. കൺസിഡർ ദ ഫോളോയിങ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് കറസ്പോണ്ടിങ് ഇംപ്ലിക്കേഷൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്. നമുക്ക് കുറച്ച് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ട്. അതിൽ ഇംപ്ലൈ ചെയ്തെടുക്കുന്ന കുറച്ച് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് കൂടി തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വന്ന് നോക്കാം. BP ആൻഡ് സിറ്റി ഗിവ്സ് HRA ആൻഡ് CCA. അപ്പം BPയും സിറ്റിയും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. അവർക്ക് HRAനെയും CCനെയും എന്ത് ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞേക്കുന്നത്, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇംപ്ലൈ ചെയ്ത് വന്നേക്കുന്ന നോക്കിക്കേ, BP ഗിവ്സ് HRA ആൻഡ് CC. CCനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമൈൻ ചെയ്തെടുക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് തെറ്റാണ്. എന്തുകൊണ്ടായിരുന്നു അത് തെറ്റ്? നമ്മൾ പഠിച്ചിട്ടില്ലേ, AB ഒരുമിച്ച് നിന്നുകൊണ്ടാണ് CAയും DAയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ Aക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പോയി ആരെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല? Cനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് റോങ് ആണ്. നമുക്ക് AB CA ഡിറ്റർമൈൻ ചെയ്യുന്നു, AB DA ഡിറ്റർമൈൻ ചെയ്യുന്നു എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് റോൾ നമ്പരും അഡ്മിഷൻ നമ്പരും ഉപയോഗിച്ച് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഒരു കുട്ടീനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ റോൾ നമ്പർ വെച്ച് മാത്രം കുട്ടീനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സോ ആ ഇംപ്ലിക്കേഷൻ തെറ്റാണ്. അടുത്തത് നോക്കിക്കേ, BP gives HRA CCA. BP ഉപയോഗിച്ച് നമുക്ക് HRAയും കണ്ടെത്താം, BP ഉപയോഗിച്ച് നമുക്ക് CCAയും കണ്ടെത്താം. BP ഒറ്റയ്ക്കാണ്. സോ ആ എഴുതിയേക്കുന്നത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് മൂന്നാമത്തെ, BP then സിറ്റി ഗിവ്സ് HRA. BPയും സിറ്റിയും ഒരുമിച്ച് നിന്നുകൊണ്ട് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നു? HRA ഡിറ്റർമൈൻ ചെയ്യുന്നു. ആൻഡ് പോപ്പുലേഷൻ ഗിവ്സ് സിറ്റി. പോപ്പുലേഷൻ ഒറ്റയ്ക്ക് തന്നെ നിന്നുകൊണ്ട് എന്ത് കണ്ടുപിടിക്കുന്നുണ്ട്? സിറ്റി കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ഈ സിറ്റിക്ക് പകരമായിട്ട് നമുക്ക് പോപ്പുലേഷൻ കൊടുത്തൂടെ? കാരണം പോപ്പുലേഷൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ സിറ്റി കണ്ടെത്താം. അപ്പം BPയും പോപ്പുലേഷനും ഒരുമിച്ച് നിന്നുകൊണ്ട് HRA കണ്ടെത്തിക്കൂടെ? ഇത് കറക്റ്റ് അല്ലേ? ഓക്കെ. Then next, BP gives DA designation, then DA gives HRA. BP അങ്ങനെയാണെങ്കിൽ ഡെസിഗ്നേഷനും BPയും ചേർന്ന് HRA കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡെസിഗ്നേഷനും DAയും കൂടെ നിന്ന് HRA കണ്ടെത്താൻ പറ്റത്തുള്ളായിരുന്നു. അപ്പൊ ഈ DAനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള കഴിവ് BPക്ക് ഉണ്ടോ എന്ന് അറിയണം. അപ്പം ഓക്കെ, BP ഉപയോഗിച്ച് നമുക്ക് DAനെ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് BP എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഡെസിഗ്നേഷനും BPയും കൂടെ നിന്നുകൊണ്ട് HRA കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 4ഉം കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ ഏത് വരും? നമ്മുടെ 2ഉം 3ഉം 4ഉം കറക്റ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ D ആയിരിക്കും വരിക. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ട്രാൻസാക്ഷൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. T1, T2, T3 ആൻഡ് T4 ആർ ട്രാൻസാക്ഷൻ. ഡിറ്റർമൈൻ വെദർ ദ ഫോളോയിങ് ഷെഡ്യൂൾ ഈസ് കോൺഫ്ലിക്ട് സീരിയലൈസബിൾ. നമുക്ക് ഒരു ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. അത് സീരിയലൈസബിൾ ആണോ അല്ലയോ എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, T1, T2, T3, T4 4ആയിട്ട് തന്നെ വരച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് T1 എഴുതുന്നു, then T2, T3, then വരുന്നത് T4. ഓക്കെ, അതിൽ R1 ഓഫ് Y ആണ് ആദ്യം, അത് കഴിഞ്ഞ് R2 ഓഫ് Y, അത് കഴിഞ്ഞ് R3 ഓഫ് Y, then W1 ഓഫ് X, W4 ഓഫ് X, W2 ഓഫ് Z, R3 ഓഫ് X, W3 ഓഫ് X. അതേതാണോ ആ ട്രാൻസാക്ഷൻ അതിന്റെ അണ്ടറിൽ കറക്റ്റ് ആയിട്ട് അത് എഴുതുക. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ നമ്മുടെ എന്താണ് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് വരുന്നുണ്ടോ നോക്കണം. അതെങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? ഓർമ്മയുണ്ടോ? നമ്മൾ റൈറ്റും റീഡും നോക്കണം. അതേപോലെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മീൻസ് ഒരേ സെയിം ഡേറ്റ ഐറ്റത്തിലായിരിക്കണം റൈറ്റും റീഡും ആയിരിക്കണം. അല്ലെങ്കിൽ റൈറ്റും വരണം. കാരണം അതായത് അറ്റ്ലീസ്റ്റ് ഒരു റൈറ്റ് എങ്കിലും വന്നിരിക്കണം. ദെൻ മൂന്നാമത്തെ എന്തായിരുന്നു? രണ്ട് ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് ആവണം. എന്നാലേ ഇത് എന്താവുള്ളൂ? കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിലെ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് നോക്കാം. ഓക്കെ,
R1 വൈ ഉണ്ട്, അതായത് റീഡ് ഓഫ് വൈ ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും റൈറ്റ് ഓഫ് വൈ ഉണ്ടോ നോക്കുക. T2 T3 T4 ഇല്ല. നെക്സ്റ്റ് R2 ഓഫ് വൈ ഉണ്ട്, അതായത് വൈയിൽ നമ്മൾ വൈയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, റീഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ വൈയിൽ റൈറ്റ് ഉണ്ടോ നോക്കുക. വൈയിൽ റൈറ്റ് ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടോ? സോറി, ഇത് വൈ അല്ലല്ലോ, ഇത് എക്സ് ആണേ. സോറി, R2 ഓഫ് എക്സ് ആണ്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും എക്സിൽ തന്നെ റൈറ്റ് ഉണ്ടോ നോക്കുക. ദേ ഇവിടെ ഉണ്ടല്ലോ, റൈറ്റിൽ എക്സ് ഉണ്ട്. അതേപോലെ ദേ ഇവിടെ റീഡിൽ ഇവിടെ ഒരു റൈറ്റ്, എക്സിൽ റൈറ്റ് നടക്കുന്നുണ്ട്. ഇവിടെയും ഒരു റൈറ്റിൽ എക്സിൽ ഒരു റൈറ്റ് നടക്കുന്നുണ്ട്. സോ രണ്ട് ഡിഫറെന്റ് ഓപ്പറേഷൻസ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു റൈറ്റിംഗിലും ഉണ്ട്, ഒരേ സെയിം ഡേറ്റ ഐറ്റം ആണ്, ഡിഫറെന്റ് ട്രാൻസാക്ഷൻസും ആണ്. സോ ഇതെല്ലാം എന്താണ്? കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ആണ്. നെക്സ്റ്റ് അടുത്തത് നോക്കാം. R2 ഓഫ് എക്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന R3 ഓഫ് വൈ. R3 ഓഫ് വൈക്ക് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് വൈ എവിടെങ്കിലും അത് ട്രാൻസാക്ഷൻസിൽ വരണം. അതില്ലല്ലോ, സോ അവിടെ ഇല്ല. അടുത്തതിലേക്ക് പോകാം. അത് കഴിഞ്ഞ് വരുന്നത് W1 ഓഫ് എക്സ് ആണ്. അതായത് ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ നമ്മൾ എക്സിൽ ഒരു റൈറ്റ് നടത്തുകയാണ്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും വേറെ റൈറ്റ് ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ റീഡ് ആയാലും മതി. ഇവിടെ ഉണ്ടല്ലോ, ഇതൊരെണ്ണം വരും. അതേപോലെ ഇവിടെയോ ഒരെണ്ണം വരും. ഇനി വേറെ നോക്കാം. W1 ഓഫ് എക്സ് കഴിഞ്ഞാൽ W4 ഓഫ് എക്സ്. W4 ഓഫ് എക്സിന് ഇത് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വരും. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ? W2 ഓഫ് ഇസഡ് വരുന്നില്ല, എക്സിൽ ഇനി വരുന്നില്ല, ഇതിലും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. T1 T2 T3 T4. ഓക്കെ, T2-ൽ നിന്നും T1-ലേക്ക് ദെൻ T2-ൽ നിന്ന് T3-ലേക്കും ഉണ്ട്, T4-ലേക്കും ഉണ്ട്. T3-ലേക്കും ഉണ്ട്, T4-ലേക്കും ഉണ്ട്. അത് രണ്ടും കഴിഞ്ഞല്ലോ. ഇനി നെക്സ്റ്റ് T1-ൽ നിന്നും T4-ലേക്കും T3-ലേക്കും ഉണ്ട്. T3-ലേക്കും ഉണ്ട്, T4-ലേക്കും ഉണ്ട്. T1-ൽ നിന്നും ഒരു മിനിറ്റ്, ഓക്കെ, കറക്റ്റ്. ദെൻ നെക്സ്റ്റ് ഇത് നമ്മൾ വരച്ചു, ഇത് നമ്മൾ വരച്ചു. നെക്സ്റ്റ് W4. അപ്പൊ T4-ൽ നിന്നും T3-ലേക്കുണ്ട്, T4-ൽ നിന്നും T3. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ സൈക്കിൾ ഉണ്ടോ നോക്കുക. സൈക്കിൾ വരുന്നുണ്ടോ? സൈക്കിൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഷെഡ്യൂൾ നമുക്ക് കണ്ടെത്തണം. ഷെഡ്യൂൾ കണ്ടെത്തുമ്പോൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? സൈക്കിൾ ഉണ്ടെങ്കിൽ എന്താണ്? ഷെഡ്യൂൾ ഇല്ല, അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ല. സൈക്കിൾ ഇല്ലെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ്. നമുക്ക് ടോപ്പോളജിക്കൽ സോർട്ടിംഗ് വഴി ഇതിൽ നിന്ന് എന്ത് കണ്ടെത്താം? ഒരു ഷെഡ്യൂൾ നമുക്ക് കണ്ടെത്താം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ എത്ര മീൻസ് ഇൻ ഡിഗ്രി നോക്കുക. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ളത് ആരാണ്? ആദ്യം T2. T2-ന് എന്താണ്? ഒരെണ്ണം പോലും ആരോസ് അതിലേക്ക് വരുന്നില്ല, ഇൻ ഡിഗ്രി 0 ആണ്. സോ അത് എടുക്കുക. അത് ഇനി ആ T2-ഉം റിമൂവ് ചെയ്യുക. T2-ൽ നിന്നുള്ള എല്ലാ ആരോസും റിമൂവ് ചെയ്യുക. ഇനി അടുത്ത ആളെ കണ്ടെത്തുക. അടുത്ത ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ള ആളെ കണ്ടെത്തുക. അതാരാണ്? T1. സോ നെക്സ്റ്റ് വരുന്നത് T1 ആണ് ഷെഡ്യൂളിൽ. അപ്പൊ ആ T1-നെ അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. സോ T1-ഉം T1-ൽ നിന്ന് വരുന്നതും ഞാൻ റിമൂവ് ചെയ്തു. ഇനി അടുത്ത ഇൻ ഡിഗ്രി 0 ആയിട്ടുള്ള ആളാരാണ്? T4. ഓക്കെ, അപ്പൊ ഞാൻ ഇനി T4-നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആര് ബാക്കിയുള്ളൂ? T3 ബാക്കിയുള്ളൂ. സോ ഇതായിരിക്കും നമ്മളുടെ ഇക്വലന്റ് സീരിയൽ ഷെഡ്യൂൾ. T2 T1 T4 T3. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ട്രാൻസാക്ഷൻസ് വരച്ച് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു പ്രസിഡൻസ് ഗ്രാഫ് വരയ്ക്കുക. അതിൽ ടോപ്പോളജിക്കൽ സോർട്ടിംഗ് ചെയ്തിട്ട് സീരിയൽ ഷെഡ്യൂളിംഗ് കണ്ടെത്തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Consider a schema A, B, C, D, E and functional dependencies A to C and B to D, E. The decomposition of R into R1 of A, C and R2 of B, D, E. Decomposition ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ നടന്ന ഡീകമ്പോസിഷൻ ലോസ്ലെസ് ആണോ, ലോസി ആണോ, ഡിപ്പെൻഡൻസി പ്രിസർവിംഗ് ആണോ അല്ലയോ, ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ R നമുക്ക് ഫസ്റ്റ് ലോസി ആണോ ലോസ്ലെസ് ആണോ നോക്കാൻ വളരെ എളുപ്പമാണ്. R ഓഫ് A, B,
സി കോമ ഡി കോമ ഇ ആണ്. അതിനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തു? എ സി വരുന്ന ഒരു R1 ഉണ്ടാക്കി, ആൻഡ് ദെൻ ബി ഡി ഇ വരുന്ന ഒരു R2 ഉണ്ടാക്കി. ഓക്കെ, അടുത്തത് ചെയ്യേണ്ടത് എന്താ? ഇതിന്റെ യൂണിയൻ നോക്കുക. ഇതിന്റെ യൂണിയൻ നോക്കുമ്പോൾ എ ബി സി ഡി ഇ മൊത്തം ഉണ്ടല്ലോ. സോ യൂണിയൻ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഇന്റർസെക്ഷൻ നോക്കുക. ഇന്റർസെക്ഷൻ വരുന്നുണ്ടോ? ഇന്റർസെക്ഷനിൽ ആരെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. സോ ഇത് ലോസി ആണോ അതോ ലോസ്ലെസ് ആണോ? ഇത് ലോസി ആണ്. ഓക്കെ, യൂണിയൻ ചെയ്യുമ്പോൾ എല്ലാ ഓപ്പറേഷൻസും വരണം. അതേപോലെ നമ്മൾ ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ ഫൈ ഒരിക്കലും വരാനും പാടില്ല. ഇതായിരുന്നു ലോസിയുടെ കണ്ടീഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഇന്റർസെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈ അല്ലേ? സോ ഇതെന്താണ്? ലോസി ആണ്. നെക്സ്റ്റ്, അപ്പൊ നമുക്ക് ഇത് ഓപ്ഷൻസ് നോക്കാം. നോട്ട് ലോസ്ലെസ് കറക്റ്റ് അല്ലേ? നോട്ട് ലോസ്ലെസ് കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഒന്നുകിൽ എ ആണ് അല്ലെങ്കിൽ ഡി ആണ്. അപ്പൊ നമുക്ക് ഡിപ്പെൻഡൻസി പ്രിസർവിംഗ് ആണോ അല്ലയോ നോക്കാം. ഇനി ഞാൻ R1 എടുത്തു. R1-ലുള്ളത് എയും സിയും ആണ്. ഞാൻ എയുടെ ക്ലോഷർ എടുത്തു. എയുടെ ക്ലോഷർ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്ത് മാത്രമാണ്? എ കിട്ടും, ദെൻ സി കിട്ടും. എയിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് എന്ത് കിട്ടുന്നുണ്ട്? സി കിട്ടുന്നുണ്ട്. ദെൻ വേറെ ഏതെങ്കിലും കിട്ടുമോ? എ, എ ടു സി ഉണ്ട്. ദെൻ സിയിൽ നിന്നും വരുന്നില്ല. അപ്പൊ എ മാത്രമല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ. എ സി. ഓക്കെ, ദെൻ നെക്സ്റ്റ് സി പ്ലസ് നോക്കാം. സിയുടെ ക്ലോഷർ നോക്കാം. സിയുടെ ക്ലോഷർ ചെയ്യുമ്പോൾ ആര് മാത്രമേ ഉള്ളൂ? സി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഡിപ്പെൻഡൻസീസ് ഏതൊക്കെയാ? ഇവിടുന്ന് എ ടു സി കിട്ടും. എ ടു എയും സി ടു സിയും നമ്മൾ എടുക്കില്ല. ഇവിടുന്ന് എ ടു സി കിട്ടും. ഇനി അടുത്ത R2 നോക്കാം. R2-ൽ വരുന്നത് ബിയും ഡിയും ഇയും ആണ്. ഞാൻ ബിയുടെ ക്ലോഷർ എടുക്കുന്നു. ബിയുടെ ക്ലോഷർ എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ബി ഉണ്ട്, ദെൻ ഡി ഉണ്ട്, ഇ ഉണ്ട്. ഇത് മൂന്നും അല്ലേ കിട്ടുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എനിക്ക് ഏതൊക്കെ ഡിപ്പെൻഡൻസീസ് കിട്ടും? ബി ടു ഡി കിട്ടും, ബി ടു ഇയും കിട്ടും. ഓക്കെ, ഇതിനെ നമുക്ക് ബി ടു ഡി ഇ എന്നും പറഞ്ഞൂടെ? പറയാം. ഓക്കെ, ദെൻ ഡിയുടെ ക്ലോഷർ എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഡി മാത്രം കിട്ടും. ഇയുടെ ക്ലോഷർ എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇ മാത്രം കിട്ടും. ഇപ്പൊ നമ്മുടെ എല്ലാ ഡിപ്പെൻഡൻസീസും പ്രിസർവ്ഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. എ ടു സി പ്രിസർവ്ഡ് ആണ്, ബി ടു ഡിയും പ്രിസർവ്ഡ് ആണ്. സോ ഇതെന്താണ്? ഡിപ്പെൻഡൻസി പ്രിസർവിംഗ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. R of A, B, C with functional dependencies A to B, B to C, C to A. Let R be decomposed into R1 equal to R1 ആയിട്ടും R2 ആയിട്ടും ഡീകമ്പോസ് ചെയ്തേക്കുന്നു. R1-ൽ എ ബിയും R2-ൽ ബി സിയും. അങ്ങനെയാണെങ്കിൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മൾ R1-ന്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും R2-ന്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും എടുത്ത് യൂണിയൻ ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം R1-ന്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് കണ്ടെത്താം. R1-ൽ ഏതൊക്കെ ഉള്ളത്? എയും ബിയും ഉണ്ട്. ഞാൻ എയുടെ ക്ലോഷർ എടുക്കുന്നു. എയുടെ ക്ലോഷർ എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എ കിട്ടും, ബി കിട്ടും, ബിയിൽ നിന്ന് സി കിട്ടും, സിയിൽ നിന്ന് വീണ്ടും എ തന്നെ കിട്ടും. അപ്പൊ എനിക്ക് എല്ലാം വരുന്നുണ്ട്. നെക്സ്റ്റ് ബിയുടെ ക്ലോഷർ എടുക്കുമ്പോൾ എനിക്ക് ഏതൊക്കെ വരും? ബി വരുന്നുണ്ട്, ബിയിൽ നിന്ന് സി ഉണ്ട്, സിയിൽ നിന്ന് എ വീണ്ടും കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് ഏതൊക്കെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് കിട്ടാം? എ ടു ബി കിട്ടാം, എ ടു സി കിട്ടാം. ഇവിടുന്ന് എനിക്ക് ബി ടു സിയും കിട്ടും, ബി ടു എയും കിട്ടും. ഇനി അടുത്തത് R2-ൽ വരുന്ന ഏതൊക്കെയാണ്? ബിയും സിയും. അങ്ങനെയാണെങ്കിൽ ബിയുടെ ക്ലോഷർ എടുത്താൽ എല്ലാവരും വരുന്നില്ലേ? ബിയിൽ നിന്ന് സി ഉണ്ട്, ബി ഓൾറെഡി വരും, ദെൻ സിയിൽ നിന്ന് എയും വരും. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഏതൊക്കെ എഴുതാം? ബി ടു സി, ബി ടു എ. ഓക്കെ, നെക്സ്റ്റ് R2. ഓക്കെ, നെക്സ്റ്റ് ക്ലോഷർ കണ്ടുപിടിക്കേണ്ടത് സിയുടെ ക്ലോഷർ. സിയുടെ ക്ലോഷർ കണ്ടുപിടിക്കുമ്പോൾ സി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. സോ സിയിൽ നിന്നും എ കിട്ടും, സിയിൽ നിന്നും ബി കിട്ടും. ഇത്രയും ക്ലോഷേഴ്സ് ആണ് വരുന്നത്. ഇത് യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാ വരിക? യൂണിയൻ എടുക്കുമ്പോൾ എ ടു ബി, എ ടു സി, ബി ടു സി, ബി ടു എ, സി ടു എ, സി ടു ബി. ഇത്രയും വരും. നോക്കിക്കേ, എ ടു ബി ഉണ്ട്, ബി ടു സി ഉണ്ട്, ബി ടു എ ഉണ്ട്, സി ടു ബി ഉണ്ട്, സി ടു എ ഉണ്ട്, എ ടു സി ഉണ്ട്. ഓപ്ഷൻ ഏതായിരിക്കും വരിക? ഓപ്ഷൻ സി ആയിരിക്കും വരിക. ഓക്കെ, നെക്സ്റ്റ്
Consider the following relations and corresponding functional dependencies. Identify the highest normal form. Normalization ആണ്, നോർമൽ ഫോം കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് R1 ചെയ്യാം. R1 വരുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് AB ടു സിയും BC ടു ഡിയും ആണ്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ആദ്യം നമ്മുടെ കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ഞാൻ ക്ലോഷർ എടുത്ത് നോക്കുകയാണ്. AB ക്ലോഷർ എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഞാൻ ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിലെ ഇതാണ് ഈ ഒരു സൈഡിൽ കിടക്കുന്നതിന്റെ ക്ലോഷർ എടുത്താൽ നോക്കുന്നത്. അപ്പൊ എനിക്ക് A കിട്ടും, B കിട്ടും, C കിട്ടും. സിയിൽ നിന്ന് വേറെ എന്തെങ്കിലും കിട്ടുമോ? ബിയും സിയും ഉണ്ട്, അപ്പൊ എനിക്ക് ഡിയും കിട്ടും. സോ കാൻഡിഡേറ്റ് കീ ആയിട്ട് AB വരുന്നുണ്ട്. ഇനി BC വരുന്നുണ്ടോ എന്ന് നോക്കാം. BCയുടെ ക്ലോഷർ ചെയ്യുമ്പോൾ എനിക്ക് B കിട്ടി, C കിട്ടി, D കിട്ടി. വേറെ ഒന്നും കിട്ടുമോ? A കിട്ടുമോ? ഇല്ല. സോ ഇത് കാൻഡിഡേറ്റ് കീ അല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രൈം ആട്രിബ്യൂട്ട്സ് ഇവിടെ ഏതൊക്കെയാണ്? എയും പ്രൈമാണ്, ബിയും പ്രൈമാണ്. നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ബി, സി, ഓക്കെ, സി ആൻഡ് ഡി. ഓക്കെ, ഇനി ഇത് 2NF ആണോ നമുക്ക് നോക്കാം. ഫസ്റ്റ് 2NF ആണോ എന്ന് ചെക്ക് ചെയ്യാം. 2NF ആകണം എന്നുള്ളെങ്കിലുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു. നോ പാർഷ്യൽ ഡിപ്പെൻഡൻസി. പാർഷ്യൽ ഡിപ്പെൻഡൻസി പാടില്ല. അതായത് A to B എന്ന് പറഞ്ഞ് ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ ഈ A എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് കീയുടെ എന്താണ് സബ്സെറ്റ് ആണ്, അല്ലെങ്കിൽ പ്രോപ്പർ സബ്സെറ്റും ആണ്. ബി ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടും ആണെങ്കിലാണ് നമുക്ക് പാർഷ്യൽ ഡിപ്പെൻഡൻസി വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യത്തെ എടുത്തു നോക്കാം. AB to C. AB to C ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്കെ, AB എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ്? കാൻഡിഡേറ്റ് കീ ആണ്. ഈ കാൻഡിഡേറ്റ് കീക്ക് ഒരുമിച്ച് പോയി അപ്പോഴത്തെ നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഇഷ്യൂ ഒന്നും ഇല്ല. സോ ഇത് പാർഷ്യൽ ഡിപ്പെൻഡൻസി അല്ല. ദെൻ നെക്സ്റ്റ് BC to D. BC to Dയിൽ നമുക്കറിയാം എന്താണ്? BC ആണ്. അതായത് B എന്ന് പറയുന്നത് നമ്മുടെ കാൻഡിഡേറ്റ് കീയുടെ ഭാഗമാണ്. പക്ഷെ അതുകൊണ്ട് B ഒറ്റയ്ക്ക് പോയി ഡിയെ കണ്ടെത്തി, അതുകൊണ്ട് ഇത് പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയാൻ പറ്റത്തില്ല. ബിയും ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടൂടെ ചേർന്നിട്ടാണ് വേറൊരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിനെ കണ്ടെത്തുന്നത്. ഇതിനെ നമുക്ക് ഒരിക്കലും കാൻഡിഡേറ്റ് കീയുടെ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇതും എന്തല്ല? പാർഷ്യൽ ഡിപ്പെൻഡൻസി അല്ല. ഇത് പാർഷ്യൽ ഡിപ്പെൻഡൻസി ആവണം എന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരണമായിരുന്നു. B to D എന്നായിരുന്നെങ്കിൽ ഇതെന്തായേനെ? കാരണം B എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീയുടെ സബ്സെറ്റ് ആണ്, ഡി ഒരു നോൺ പ്രൈമും ആണ്. സോ ഇത് പാർഷ്യൽ ഡിപ്പെൻഡൻസി ആയനെ. ഇവിടെ അതെന്തല്ല? പാർഷ്യൽ ഡിപ്പെൻഡൻസി അല്ല. സോ ഇത് 2NF-ലാണ്. ഇനി നെക്സ്റ്റ് 3NF ആണോ എന്ന് ചെക്ക് ചെയ്യാം. 3NF-ന്റെ കണ്ടീഷൻ എന്തായിരുന്നു? A to B എന്ന് പറയുന്ന, അല്ലെങ്കിൽ A gives B എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അതിൽ ഒന്നെങ്കിൽ A എന്ന് പറയുന്നത് ഒരു സൂപ്പർ കീ ആയിരിക്കണം, അല്ലെങ്കിൽ ഓർ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ബി ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇത് എന്താണ്? 3NF ആണ്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. AB to C. അതില് AB എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർ കീ ആണ്. ഓക്കെ, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അത് 3NF-ലാണ്. നെക്സ്റ്റ് BC to D നോക്കാം. അടുത്തത് BC to Dയിൽ BC എന്താണ്? സൂപ്പർ കീ ആണോ? അല്ല. സൂപ്പർ കീയും അല്ല. ഡി പ്രൈം ആട്രിബ്യൂട്ട് ആണോ? അതും അല്ല. ഡി എന്താണ്? നോൺ പ്രൈമും ആണ്. അപ്പൊ ഇത് എന്താണ്? രണ്ട് കണ്ടീഷനിലും ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതിയായിരുന്നു. ഇത് രണ്ടും എന്തായില്ല? സാറ്റിസ്ഫൈ ആവുന്നില്ല. അപ്പൊ ഇത് എന്താണ്? ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ആണ്. സോ ഇത് 3NF-ല് അല്ല. BC to D നോക്കുക. BC സൂപ്പർ കീയും അല്ല, ഡി പ്രൈം ആട്രിബ്യൂട്ടും അല്ല. അതുകൊണ്ട് ഇത് എന്തായി? ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ആയി. സോ ഇത് 3NF-ൽ അല്ല. R1 എന്ന് പറയുന്നത് 2NF-ലാണ്. ഇനി നെക്സ്റ്റ് അടുത്തത് നോക്കാം. അടുത്തത് ഏതാണ്? R2 നോക്കാം. R2-ൽ വരുന്നത് ഈ രണ്ട് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എന്താണ്? കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കണം. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ദെൻ D കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എയും ബിയും സിയും ഉണ്ടെങ്കിൽ D കിട്ടിക്കോളും. സോ ഇത് കാൻഡിഡേറ്റ് കീ ആണ്. നെക്സ്റ്റ് അടുത്ത് D നോക്കാം. D എടുത്തു കഴിഞ്ഞാൽ നമുക്ക് A കിട്ടും, D കിട്ടും, വേറെ ഒന്നും കിട്ടത്തില്ല. സോ ഇത് കാൻഡിഡേറ്റ് കീ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രൈം ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരുന്നത് എയും ബിയും
സിയും ആണ്. നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരുന്നത് ഡി മാത്രം. ഫസ്റ്റ് 2NF ആണോ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എടുക്കാം. എ ബി സി ടു ഡി ആണ് വരുന്നത്. എ ബി സി ടു ഡിയില് ഇത് ഓൾറെഡി എന്താണ്, കാൻഡിഡേറ്റ് കീ ആണ്, സോ പ്രശ്നം വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഡി ടു എ. ഡി എന്ന് പറയുന്നത് നോൺ പ്രൈം ആണ്. അതൊരു പ്രൈമിനെ കണ്ടെത്തി എന്ന് പറഞ്ഞ പ്രശ്നം വരുന്നില്ല. ഇതൊരു പാർഷ്യൽ ഡിപ്പെൻഡൻസി അല്ല, സോ അതും ഓക്കെ ആണ്. സോ ഇതെന്താണ്, 2NF ആണ്. നെക്സ്റ്റ് 3NF ആണോ നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ 3NF ആകണം എന്നുള്ളെങ്കിലുള്ള കണ്ടീഷൻ എന്തായിരുന്നു നോക്കാം. ഒന്നെങ്കിൽ എന്താണ്, ഫസ്റ്റ് എ ബി സി ഒരു സൂപ്പർ കീ ആവണം. സോ ഇത് ഓൾറെഡി സൂപ്പർ കീ ആണ്, ഇത് 3NF-ലാണ്. ദെൻ ഡി ടു എ വരുമ്പോ ഡി സൂപ്പർ കീ ആവണം. ഡി സൂപ്പർ കീ അല്ല, എ ഒരു പ്രൈം ആട്രിബ്യൂട്ട് ആവണം. ഇത് എന്താണ്, പ്രൈം ആണ്. സോ ഇത് 3NF-ലാണ്. ഇനി അടുത്ത് BCNF ആണോ നോക്കാം. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്, R2-ല് BCNF വരുന്നേ ഇല്ല. R2 3NF എന്നേ പറയുന്നുള്ളൂ. സോ R2 3NF-ഉം R1 2NF-ഉം ആണ് വരുന്നത്. ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ, മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Given a relation instance T1, pick the output generated by the following SQL statements. സെലക്ട് കൗണ്ട് സ്റ്റാർ ഫ്രം T1. T1-ൽ നിന്നും കൗണ്ട് സ്റ്റാർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കൗണ്ട് സ്റ്റാർ വരുമ്പോ എന്തായിരുന്നു പ്രത്യേകത, എല്ലാം മുഴുവനും അവർ സെലക്ട് ചെയ്യും. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 5, 5 ഉണ്ട്. ഇതിന് ആൻസർ എന്ത് വരും, 5. സെലക്ട് കൗണ്ട് ഓഫ് മാർക്സ് ഫ്രം ദ T1. T1-ൽ നിന്ന് കൗണ്ട് ഓഫ് മാർക്സ് എടുക്കണ്ടേ, അപ്പൊ നമ്മൾ നൾ വാല്യൂ എടുക്കില്ല. സോ 1 2 3 4. നെക്സ്റ്റ് സെലക്ട് ആവറേജ് മാർക്സ് ഫ്രം T1. T1-ൽ നിന്നും ആവറേജ് മാർക്ക് എടുക്കണം. അവിടെ നമ്മൾ എന്തെടുക്കില്ല, നൾ എടുക്കില്ല. സോ 50 പ്ലസ് 60 പ്ലസ് 60 പ്ലസ് 70 ഡിവൈഡഡ് ബൈ 4 നമുക്ക് എത്ര കിട്ടും, 60 എന്ന് കിട്ടും. സോ 60 5 4 60 ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. കൗണ്ട് സ്റ്റാർ മാത്രമാണ് നൾ വാല്യൂസിനെ എടുക്കുന്നത്, ബാക്കി ആരും നൾ വാല്യൂസിനെ എടുക്കില്ല. Next, assume that data about students in a department is stored in a table: SID, name, gender, GPA, CID. What will be the following query returns? Select CID, count star from student, where gender equal to female and GPA greater than select average GPA from student, group by CID. അപ്പൊ നമുക്ക് ഈ സബ് ക്വറി ഒന്ന് നമുക്ക് നോക്കാം. സെലക്ട് ആവറേജ് GPA ഫ്രം സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിൾ, അതായത് ആ ഹോൾ ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ ആ ഹോൾ കോഴ്സിലെ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസ് അല്ലേ, ഹോൾ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റുഡൻസും, ബോയും ഗേളും എല്ലാ സ്റ്റുഡൻസിന്റെയും ആവറേജ് GPA സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അതിനേക്കാളും കൂടുതലുള്ള GPA ഉള്ള ഫീമെയിൽ സ്റ്റുഡന്റിനെ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഫീമെയിൽ സ്റ്റുഡൻസിനെ നമ്മൾ കോഴ്സ് ID-യുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഗേൾസ് സ്റ്റുഡൻസിന്റെ എണ്ണമാണ് വേണ്ടത്, നമ്പർ ഓഫ് ഗേൾസ് സ്റ്റുഡൻസ്, ആൻഡ് whose GPA is higher than, എന്തിനേക്കാളും കൂടുതലായിരിക്കണം, than the average GPA of all students, എല്ലാ സ്റ്റുഡൻസിനേക്കാളും കൂടുതലായിരിക്കണം. ഗേൾസ് സ്റ്റുഡൻസ് അല്ല, ആവറേജ് GPA ഓഫ് ഓൾ സ്റ്റുഡൻസ് ആണ്, ഗേൾസ് സ്റ്റുഡൻസ് അല്ല. സോ ഓപ്ഷൻ ബിയും ഡിയും കട്ടായി. ഇവർ രണ്ടുപേരും എന്താണ്, ബിയിലും ഡിയിലും പറയുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഗേൾസ് സ്റ്റുഡൻസിന്റെയും ആവറേജിനേക്കാളും കൂടുതലായിരിക്കണം എന്നാണ്. ശരിക്കും എന്താ പറഞ്ഞേക്കുന്നത്, ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റുഡൻസിന്റെയും ആവറേജിനേക്കാളും കൂടുതലായിരിക്കണം. ഇനി നോക്കാം, ഫോർ ഈച്ച് കോഴ്സ് ഇതെന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. ഫോർ ഈച്ച് കോഴ്സ് നമ്പർ ഓഫ് ഗേൾ സ്റ്റുഡൻസ് whose GPA is higher than the average GPA of all students in the course. For each course, the number of girl students whose GPA is higher than average GPA of all students in the department. ഒന്ന് ഡിപ്പാർട്ട്മെന്റും ആണ്, ഒന്ന് ആ കോഴ്സും ആണ്. ആ കോഴ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിനേക്കാളും കൂടുതലാണോ അതോ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ സ്റ്റുഡൻസിനേക്കാളും കൂടുതലാണ്? എങ്ങനെയാണ്, എന്തായിരിക്കും വരിക, ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റുഡൻസിനേക്കാളും കൂടുതലായിരിക്കും വരിക. കാരണം നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിലല്ലേ എടുക്കുന്നത്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റുഡൻസിന്റെയും പേരാണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, അവരുടെ ഡേറ്റയാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതിലെ സ്റ്റുഡന്റിൽ നിന്ന് ആവറേജ് GPA എടുക്കുമ്പം ആ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റുഡൻസിന്റെയും
GPA ആവറേജ് ആണ് നമുക്ക് അവിടെ കിട്ടുക. അതുകൊണ്ടാണ് ഓപ്ഷൻ സി. അടുത്തത്, കൺസിഡർ ടു റിലേഷൻസ് R1 A, B, C വിത്ത് ടപ്പിൾസ്. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. R1 ഞാൻ എഴുതുവാണ്, എയും ബിയും സിയും ഉണ്ട്. അതിൽ ടപ്പിൾസ് ഏതൊക്കെയാ? 2, 3, 5, then 3, 6, 7. അത് കഴിഞ്ഞ് R2 ഉണ്ട്. R2ൽ എയും ഡിയും മാത്രമേ ഉള്ളൂ. അതിൽ 2, 8 ഉണ്ട്, 5, 9 ഉണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? ഔട്ട് ഓഫ് ദ ടപ്പിൾസ് ഗിവൺ ബിലോ ഐഡന്റിഫൈ ദ ടപ്പിൾ നോട്ട് ബിലോങ്ങിങ് ടു R ഓഫ് A, B, C, D, full outer join of R1 and R2. നമ്മുടെ കയ്യിൽ R1 ഉണ്ട്, നമ്മുടെ കയ്യിൽ R2 ഉണ്ട്. ഈ R1ലെ ടപ്പിൾസും തന്നിട്ടുണ്ട്, R2ലെ ടപ്പിൾസും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ നമ്മൾ ഒരുമിച്ച് ഫുൾ ഔട്ടർ ജോയിൻ ചെയ്യാണ്. ഫുൾ ഔട്ടർ ജോയിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഫുൾ ഔട്ടർ ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാം എടുക്കും. അതായത് നൾ ക്യാരക്ടേഴ്സ്, നള്ള് കിടക്കുന്നതും, മീൻസ് നള്ളല്ല, ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അടുത്ത ടേബിളിൽ ഇപ്പം R1 ജോയിൻ ചെയ്യുന്ന സമയത്ത് R2ൽ അതിന്റെ ഡേറ്റ ഇല്ലെങ്കിൽ അവരോട് നള്ള് കൊടുക്കും. ഇവിടെ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. 2, 3, 5 ഇവിടെ കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് A ആണ്. ഇവിടെ 2 വരുന്ന, എക്ക് 2 വരുന്ന ഏതെങ്കിലും ഇപ്പുറത്തുണ്ടോ? ഉണ്ട്. സോ അത് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 8 വരും. ഇനി അടുത്ത 3 വരുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ 3, 6, 7 കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡി ഇല്ല. സോ അതില്ല. നെക്സ്റ്റ്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ നോക്കും. A2 വരുന്നുണ്ട്, D8 വരുന്നുണ്ട്. അതിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും ഉണ്ടോ? 3ഉം 5ഉം. അത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ്, A5, D9. ഓക്കെ, അപ്പം പിന്നെ ബി സിയോടുണ്ടോ? ബിയും സിയും ഇല്ല. ഓക്കെ, അപ്പൊ ഇത് ഇത്രയായിരിക്കും വരിക. 2, 3, 5, 8 വരുന്നുണ്ട്. അപ്പൊ ഇത് ഇതിനകത്തുള്ളതാണ്. അപ്പൊ നമുക്കത് കറക്റ്റ് ആൻസർ അല്ല. ദെൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇതിൽ കൊടുത്തേക്കുന്ന ടപ്പിൾ ഏതാണ് ഇതിൽ ഇല്ലാത്തതെന്നാണ്. ദെൻ 3, 6, 7 നള്ള് വരുന്നുണ്ട്. സോ ഇതും അല്ല ആൻസർ. 5 നള്ള് 9 അതും വരുന്നുണ്ട്. സോ അതും ആൻസർ അല്ല. ആൻസർ ഏതാ വരുന്നത്? 2, 3, 5 നള്ളായിരിക്കും വരിക. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മൾ R1നെ R2ലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് രണ്ട് ലെഫ്റ്റും റൈറ്റും ടേബിൾസ് നോക്കും. അതിൽ ലെഫ്റ്റ് ടേബിളിൽ മാച്ചിങ് ആയിട്ടില്ലെങ്കിൽ റൈറ്റ് ടേബിളിൽ നള്ള് കൊടുക്കും. റൈറ്റ് ടേബിളിൽ മാച്ചിങ് ആയിട്ട് ലെഫ്റ്റ് ടേബിളിൽ ഇല്ലെങ്കിൽ ലെഫ്റ്റ് ടേബിളിൽ നള്ള് കൊടുക്കും. ഇതെന്താണ് ഫുൾ ഔട്ടർ ജോയിൻ എഴുതിയേക്കാണ്. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദ ഫോളോയിങ്. ഈ കൊടുത്തേക്കുന്നതിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ്. ആൻ അപ്ഡേറ്റ് ഓൺ എ വ്യൂ ഈസ് മാപ്ഡ് ടു ആൻ അപ്ഡേറ്റ് ഇൻ ദ അണ്ടർലൈയിങ് ബേസ് ടേബിൾ. Then next, a base table provided the view is defined on a single table without aggregate function. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഒരു വ്യൂ, അതായത് നമ്മൾ ഒരു വ്യൂവിൽ വരുത്തുന്ന ഒരു അപ്ഡേറ്റ്, അത് അതിന്റെ അണ്ടർലൈൻ ബേസ് ടേബിളിലും ആ സെയിം അപ്ഡേറ്റ് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരും എന്നാണ് ആ അപ്ഡേറ്റ് അങ്ങനെ കാണിക്കണം എന്ന് അവിടെ ബേസ് ടേബിളിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യൂ ഒരു സിംഗിൾ ടേബിളിൽ ഡിഫൈൻ ചെയ്തേക്കുന്നതായിരിക്കണം. അതിൽ അഗ്രഗേറ്റ് ഫംഗ്ഷൻ ഒന്നും യൂസ് ചെയ്യാനും പാടില്ല. ഇത് കറക്റ്റ് ആണ്. കാരണം നമ്മൾ എന്താണ്, ഈ വ്യൂ സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വ്യൂവിലെ അപ്ഡേറ്റ്സിനെ ബേസ് ടേബിളിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. സോ ഇത് കറക്റ്റ് ആണ്. അടുത്തത്, എ ജോയിൻ ഓപ്പറേഷൻ ക്യാൻ ബി സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഫോളോഡ് ബൈ സെലക്ട് ഓപ്പറേഷൻ. ഇത് കറക്റ്റ് അല്ലേ? ജോയിൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാലേ എന്താണ്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റും സെലക്ഷനും കൂടെ വരുന്നതാണ്. ആ കണ്ടീഷനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു? ജോയിൻ കണ്ടീഷനെ എടുത്തു കൊടുത്തിട്ട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് തന്നെ ചെയ്യുന്നേ, എന്നിട്ട് അതിൽ എന്ത് ചെയ്യുന്നു? ആ ജോയിൻ കണ്ടീഷനൂടെ കൊടുക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ജോയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഇത് കറക്റ്റ് ആണ്. ക്വറി ലാംഗ്വേജ് ക്വറി ലാംഗ്വേജ് ആയിട്ടുള്ള റിലേഷണൽ ആൾജിബ്ര നോൺ പ്രൊസീജറലും റിലേഷണൽ കാൽക്കുലസ് പ്രൊസീജറലും ആണെന്നാണ് പറയുന്നത്. ഇത് തിരിഞ്ഞു പോയിട്ടുണ്ട്. റിലേഷണൽ ആൾജിബ്ര എന്താണ്? പ്രൊസീജറൽ ആണ്. നമ്മൾ എങ്ങനെയാ ഹൗ ആ റിസൾട്ട് എങ്ങനെ കിട്ടണം എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത്. എന്നാൽ റിലേഷണൽ കാൽക്കുലസ് നോൺ പ്രൊസീജറൽ ആണ്. എന്താണ് കിട്ടേണ്ടതെന്ന് മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട. സോ ഇത് റോങ് ആണ്. ഓക്കെ,
The next, it is mandatory to have a separate table to represent a many-to-many relationship when an ER model is reduced to table. അപ്പൊ നമ്മൾ ഒരു ER മോഡലിനെ ടേബിൾസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മെനി ടു മെനി റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇപ്പൊ M2N റിലേഷൻഷിപ്പ് ഒക്കെ വരുമ്പോൾ സെപ്പറേറ്റ് ടേബിൾ വേണം. കറക്റ്റ് അല്ലേ? 3 ടേബിൾ അല്ലേ എടുക്കുന്നത്? എയും ബിയും പിന്നെ അതിന്റെ റിലേഷന് വേണ്ടിയിട്ട് ഒരു ടേബിളൂടാണ് നമ്മൾ എടുക്കുന്നത്. സോ എന്ത് വരും? 3 ടേബിൾസ് നമുക്ക് അത്യാവശ്യമാണ്. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ഇത് എക്സ്പ്ലനേഷൻ ചെയ്തേക്കുന്നതാണെ നോക്കിയാൽ മതി. നെക്സ്റ്റ്, ഇത് ഐഡന്റിഫൈ ദ ഓപ്ഷൻ വിച്ച് കറക്റ്റ് മാച്ചിങ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്നാമത്തെ നോക്കാം. ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി റൺ ബൈ എ സിസ്റ്റം ആസ് എ റിസൾട്ട് ഓഫ് ദ ഡേറ്റാബേസ് മോഡിഫിക്കേഷൻ. ഡേറ്റാബേസിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി റൺ ആവുന്നത് ഏതാണ്? ട്രിഗർ അല്ലേ? സോ ട്രിഗർ. Ensure that a value appears in one relation for a given set of attributes also appear for a certain set of attributes in another relation. ഒരു റിലേഷനിലെ ആട്രിബ്യൂട്ട്സിൽ കാണുന്ന സെയിം ഡേറ്റ വേറൊരു റിലേഷനിലെ ആട്രിബ്യൂട്ടിലും കാണുന്നു എന്നാണ് പറയുന്നത്. അത് ഏതാണ്? റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി അല്ലേ അങ്ങനെ വരുന്നേ? ഒന്നില് ഫോറിൻ കീയും ഒന്നില് പ്രൈമറി കീയും ആയിട്ട് വരുന്നേ. The changes applied to the database by a committed transaction must persist in the database even if there is a system failure. ഇത് എന്തിന്റെ എക്സാമ്പിൾ ആയിരുന്നു? ഈ പറഞ്ഞ ഡെഫിനിഷൻ. ഇത് ആസിഡ് പ്രോപ്പർട്ടീസിലെ ഡ്യൂറബിലിറ്റിയുടെ ഡെഫിനിഷൻ ആണ് പറഞ്ഞേക്കുന്നത്. എന്താ ഡ്യൂറബിലിറ്റി? നമ്മളൊരു ചേഞ്ച് ഡേറ്റാബേസിൽ വരുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തി നമ്മളത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ച് ഇനി ആ സിസ്റ്റം എന്ത് ഫെയിലിയർ ആയെന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ വേണം. അടുത്തത്, ensures that the changes made to the database by authorized users do not result in a loss of data consistency. Ensures that changes made to the database. ഡേറ്റാബേസിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചേഞ്ചസ്, ഓതറൈസ്ഡ് യൂസേഴ്സ് കൊടുക്കുന്ന ചേഞ്ചസ് എന്താണ്? ഡേറ്റ ഇൻകൺസിസ്റ്റൻസിക്ക് കാരണമാകുന്നില്ല എന്ന് പറയുന്നതാണ്. അതേതാ? ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റുകളല്ലേ? കൺസിസ്റ്റൻസി പോകുന്നത് പോവാതിരിക്കുന്നു അല്ലെങ്കിൽ കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്നില്ല എന്നത് ഉറപ്പുവരുത്തുന്നത് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. സോ അതാണ് ആൻസർ. അപ്പൊ എ എന്താണ്? A5B3, A5B3, C1, D6. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. എന്താണ് ഈ സ്റ്റോർഡ് പ്രൊസീജറും അതുപോലെ ഐസൊലേഷനും? സ്റ്റോർഡ് പ്രൊസീജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ എഴുതി വെക്കില്ലേ, അതേപോലെ ഒരു SQL കോഡിന്റെ പ്രീ ഡിഫൈൻഡ് ബ്ലോക്കാണ്. അത് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് നമ്മൾ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആവില്ല. ഓട്ടോമാറ്റിക്കലി ഇൻവോക്ക് ആവണമെങ്കിൽ അത് ട്രിഗർ. ഇത് നമ്മൾ മറ്റേ ഫംഗ്ഷൻ പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കും. എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ കോൾ ചെയ്ത് വിളിക്കും. ഐസൊലേഷൻ എന്ന് പറയുന്നത് ആസിഡ് പ്രോപ്പർട്ടീസിൽ ഒന്നാണ്. അത് മീൻ ചെയ്യുന്നത് എന്താ? കൺകറന്റ് എക്സിക്യൂഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. കൺകറന്റ് എക്സിക്യൂഷന് ശേഷവും ഈ ഡേറ്റാബേസ് കൺസിസ്റ്റന്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതാണ് isolation. Next, identify the true statements about two-phase locking. Two-phase locking in the true statements ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ്, two-phase locking ensures conflict serializability. അത് കറക്റ്റ് അല്ലേ? two-phase ലോക്കിങ്ങിന് കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ട്രൂ. Two-phase locking does not ensure freedom from deadlock. അതും കറക്റ്റാണ്. സീരിയലൈസബിലിറ്റി എൻഷുർ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഡെഡ് ലോക്കിൽ നിന്നും ഫ്രീഡം കിട്ടുന്നുണ്ടോ? ഇല്ല, ഡെഡ് ലോക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതും കറക്റ്റാണ്. നെക്സ്റ്റ്, if the timestamp of a transaction Ti is smaller than the timestamp of a transaction Tj, two-phase locking ensures that the produced schedule is equivalent to a serial schedule. ഓക്കെ, two-phase locking പ്രോട്ടോക്കോളിൽ ടൈം സ്റ്റാമ്പിൻ്റെ കേസാണ് പറയുന്നത്. two-phase locking പ്രോട്ടോക്കോളിൽ ലോക്കിംഗ് മെക്കാനിസം അല്ലേ ഉള്ളൂ. ടൈം സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം അവിടെ പറയുന്നുണ്ടോ? ടൈം സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത് ടൈം സ്റ്റാമ്പ് പ്രോട്ടോക്കോളിലാണ്. സോ ഇത് തെറ്റാണ്. ഇവിടെ two-phase ലോക്കിങ്ങിന് പകരം ടൈം സ്റ്റാമ്പ് പ്രോട്ടോക്കോളിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയേനെ. നെക്സ്റ്റ്, കാസ്കേഡിംഗ് റോൾ ബാക്ക് ക്യാൻ ബി അവോയ്ഡഡ് യൂസിങ് സ്ട്രിക്റ്റ് two-phase ലോക്കിംഗ്. സ്ട്രിക്റ്റ് two-phase ലോക്കിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാസ്കേഡിംഗ് റോൾ ബാക്ക് തടയാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്.
ഓക്കെ. കാസ്കേഡിങ് റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ റോൾ ബാക്ക് ആവുമ്പോൾ അതിൻ്റെ പുറകെ തന്നെ കുറേ അൺകമ്മിറ്റഡ് ഡേറ്റ ആക്സസ് ചെയ്തിട്ടുള്ളവരെല്ലാം എന്താവുന്നു? റോൾ ബാക്ക് ആവുന്നു. അതാണ് കാസ്കേഡിങ് റോൾ ബാക്ക്. സ്ട്രിക്റ്റ് 2PL എക്സ്ക്ലൂസീവ് ലോക്കുകളാണ് വരുന്നത്. അതായത് ഒരാളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഡേറ്റയുടെ എക്സ്ക്ലൂസീവ് ലോക്ക് ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, അൺകമ്മിറ്റഡ് ഡേറ്റയെ ആക്സസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇത് കാസ്കേഡിങ് റോൾ ബാക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ കറക്റ്റായിട്ടുള്ളത് 1ഉം 2ഉം 4ഉം. ഓപ്ഷൻ ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് XML? XMLനെ പറ്റിയിട്ടുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. XML ബിഗിൻസ് വിത്ത് ആരോ ആൻഡ് എൻഡ്സ് വിത്ത് ആൻ ആരോ. കറക്റ്റ് ആണോ? തെറ്റാണ് അല്ലേ? XML സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സിമ്പലിലാണ്? ഈ സിമ്പലിലല്ലേ? എൻഡ് ചെയ്യുന്നതോ? അതേ സിമ്പൽ. ഈ ഒരു സിമ്പലിലല്ലേ ഇത് ബിഗിൻ ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും. സോ ഇത് തെറ്റാണ്. സിമ്പൽ നോക്കിയേ. സോ ഇത് തെറ്റാണ്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ? ബി മാത്രമേ ഉള്ളൂ. പിന്നെ സി ഡി ഇല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എലമെന്റ് ആൻഡ് ആട്രിബ്യൂട്ട് നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. എലമെന്റും ആട്രിബ്യൂട്ട് നെയിംസും കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു റിഫ്രഷ് എ വെബ് പേജ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റിൽ ഒരു വെബ് പേജിനെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏത്? ലൊക്കേഷൻ ഡോട്ട് റീലോഡ്, വിൻഡോ ഡോട്ട് റീഫ്രഷ്, വിൻഡോ ഡോട്ട് റീലോഡ്, ലൊക്കേഷൻ ഡോട്ട് റീഫ്രഷ്. ഏത് ആൻസർ വരിക? ലൊക്കേഷൻ ഡോട്ട് റീലോഡ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. പഠിച്ചേക്കട്ടെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വാലിഡ് വെബ് സെർവർ കൺട്രോൾ ഇൻ ASP.NET? ASP.NETലെ വാലിഡ് വെബ് സെർവർ അല്ലാത്തത് ആഡ് റൊട്ടേറ്റർ, ഹൈപ്പർ ലിങ്ക്, ടൈം ഔട്ട്, കാലണ്ടർ. ഇതിൽ വരുന്നത് ഏതാണ്? ടൈം ഔട്ട് വരുന്നില്ല കേട്ടോ. ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സെർവർ ഒന്നും വരുന്നില്ല. അത് തെറ്റാണ്. അതൊരു വാലിഡേ അല്ല. പിന്നെ ആഡ് റൊട്ടേറ്ററും വരുന്നുണ്ട്, ഹൈപ്പർ ലിങ്കും വരുന്നുണ്ട്, കാലണ്ടറും വരുന്നുണ്ട്. സോ എൻ്റെ ആൻസർ ടൈം ഔട്ട്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിഷ്വൽ ബേസിക് വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൻഡോ ഡിസ്പ്ലേസ് ദ ലിസ്റ്റ് ഓഫ് പ്രൊജക്ട്സ് കണ്ടെയ്ൻഡ് ഇൻ ദ കറണ്ട് സൊല്യൂഷൻ? കറണ്ട് സൊല്യൂഷനിലുള്ള ലിസ്റ്റ് ഓഫ് പ്രൊജക്ട്സ് ഏതൊക്കെ ഡിസ്പ്ലേ ചെയ്യിക്കുന്ന വിൻഡോ? സൊല്യൂഷൻ എക്സ്പ്ലോറർ വിൻഡോ, ലിസ്റ്റ് വിൻഡോ, കാറ്റലോഗ് വിൻഡോ, പ്രൊജക്ട് വിൻഡോ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓക്കെ, ഫസ്റ്റ് വൺ ആണ്. സൊല്യൂഷൻ എക്സ്പ്ലോറർ വിൻഡോയാണ് വരുന്നത്. കാറ്റലോഗ് വിൻഡോ, ലിസ്റ്റ് വിൻഡോ ഒന്നും വാലിഡ് ആയിട്ടുള്ള വിൻഡോസ് അല്ല. പ്രൊജക്റ്റ് വിൻഡോയൊക്കെ നമ്മൾ ഓൾഡർ വേർഷൻസിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സൊല്യൂഷൻ എക്സ്പ്ലോറർ വിൻഡോയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇവന്റ് ട്രിഗേർഡ് വെൻ എ യൂസർ റിക്വസ്റ്റ് ആൻ ASP.NET പേജ്? ഒരു ASP.NET പേജ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ട്രിഗർ ആവുന്ന ഇവന്റ് ഓൺ പ്രീലോഡ്, പ്രീ ഇനിറ്റ്, ഇനിറ്റ് കംപ്ലീറ്റ്. ഏതാണ് വരുന്നത്? അത് നമ്മൾ ASP.NETൻ്റെ എന്താണ് സൈക്കിൾ ഒന്ന് നോക്കിയാൽ, ലൈഫ് സൈക്കിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നോക്കിക്കേ, ഫസ്റ്റ് വരുന്നത് പ്രീ ഇനിറ്റ് ആണ്. പ്രീ ഇനിറ്റ് ആണ് ആദ്യം നടക്കുന്ന ഇവന്റ്. അതിനുശേഷം ഇനിറ്റ്, ദെൻ ഇനിറ്റ് കംപ്ലീറ്റ്, പ്രീലോഡ്, ലോഡ്, പോസ്റ്റ് ബാക്ക് ഈവന്റ്, റെൻഡറിങ്, അൺലോഡ്. ഇങ്ങനെയാണ് ഇതിനകത്തെ എന്ത് നടക്കുന്നത്? ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ASP.NET പേജിൻ്റെ ലൈഫ് സൈക്കിൾ വരുന്നത്. ഇതിനകത്ത് ഇവന്റുകളുടെ ഓർഡറാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് നടക്കുന്നത് പ്രീ ഇനിറ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. DTD എന്താണ്? XML ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനിഷൻ. ഓപ്ഷൻ സി. ഓക്കെ, 19th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഹൗ അജാക്സ് വെബ് ആപ്ലിക്കേഷൻസ് എക്സ്ചേഞ്ച് ഡേറ്റ ഫ്രം എ വെബ് സെർവർ? നമ്മൾ അജാക്സ് പഠിച്ചിട്ടുണ്ട്. അജാക്സ് വെബ് ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് വെബ് സെർവറിൽ നിന്നും ഡേറ്റയെ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കിക്കേ. ബിഫോർ ലോഡിംഗ് ദ വെബ് പേജ്, വിത്ത് ഫുൾ പേജ് റീഫ്രഷ്, വിത്ത് സിങ്ക്രണസ് റിക്വസ്റ്റ്, വിത്ത് കോൾ ബാക്ക് ഫംഗ്ഷൻ. എന്തായിരുന്നു അജാക്സ്?
അജാക്സിന്റെ ഫുൾ ഫോം ഓർത്ത് വെച്ചേക്കണം, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അസിൻക്രണസ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് XML എന്നാണ്. എന്തിനായിരുന്നു അജാക്സ് യൂസ് ചെയ്യുന്നത്? നമുക്ക് വെബ് സെർവറിൽ നിന്നും ആ എൻ്റെയർ പേജ് റീലോഡ് ആവാതെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി ഒരു എക്സ്ചേഞ്ച് ഓഫ് ഡേറ്റ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വെബ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു വെബ് പേജ് ഓപ്പൺ ആക്കി, പക്ഷെ നമുക്കതിനെ എന്ത് ചെയ്യരുത്? വീണ്ടും ഒരു റീലോഡിങ് നടക്കാതെ അതിൽ ഡേറ്റ എക്സ്ചേഞ്ച് നടക്കണം. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അജാക്സ്. അങ്ങനെ ആ ഒരു ഡേറ്റ എക്സ്ചേഞ്ച് എങ്ങനെ നടക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. വെബ് പേജ് ലോഡ് ചെയ്യുന്നതിന് മുമ്പേ നടക്കുമോ, വെബ് പേജിൻ്റെ കൂടെ ഫുൾ റീഫ്രഷിൽ നടക്കുമോ, സിങ്ക്രണസ് റിക്വസ്റ്റ് ആയിട്ട് നടക്കുമോ, കോൾ ബാക്ക് ഫംഗ്ഷൻ ആയിട്ട് നടക്കുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫുൾ പേജ് റിഫ്രഷ് നടക്കില്ല. അതുപോലെ വെബ് പേജ് ലോഡ് ചെയ്യുന്നതിന് മുമ്പേ നടക്കില്ല. സിങ്ക്രണസ് റിക്വസ്റ്റ് ആണോ അതോ കോൾ ബാക്ക് ഫംഗ്ഷൻ ആണോ നോക്കിയാൽ മതി. ഇതിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ ഡി, കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. കോൾ ബാക്ക് ഫംഗ്ഷൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ റെസ്പോൺസ് റെഡി ആവുന്ന സമയത്ത് ഇതിനെ ഹാൻഡിൽ ചെയ്യാനും ഇത് വെബ് പേജിൻ്റെ പാർട്സിനെ ഡൈനാമിക്കലി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഈ കോൾ ബാക്ക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ കോൾ ബാക്ക് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നതിലൂടെ ആ പേജിൻ്റെ ഫുൾ റീഫ്രഷിങ് ഇവർക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് ആൻസർ വരിക എന്ന് വെച്ചാൽ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഉണ്ട്. ആ കോൾ ബാക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആ റെസ്പോൺസ് റെഡിയാവുന്ന സമയത്ത് അവർ അതിനെ ആ റെസ്പോൺസിനെ ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, പിന്നെ ആൻസർ കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ സിഗ്നൽ ആർ? സിഗ്നൽ ആറിനെ പറ്റിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ സിഗ്നൽ ആറിനെ പറ്റിയിട്ടുള്ളതിൽ ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് സിഗ്നൽ ആർ എന്ന് അറിയണ്ടേ? ഇത് ASP.NETൽ യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് ഈ സിഗ്നൽ ആർ എന്ന് പറയുന്നത്. റിയൽ ടൈം വെബ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതിൽ ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനും ഇത് എനേബിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസ് നോക്കാം. സെൻഡ് മെസ്സേജസ് ടു സ്പെസിഫിക് ക്ലയൻസ് ഓർ ഗ്രൂപ്പ് ഓഫ് ക്ലയൻസ്. ഒരു സ്പെസിഫിക് ക്ലയൻറ്റിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലയൻറ്റിനോ മെസ്സേജസ് സെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കറക്റ്റ് ആണ്. ക്ലയൻറ്റും സെർവറും തമ്മിലുള്ളൊരു ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരു റിയൽ ടൈം വെബ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. സോ അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, ഹാൻഡിൽസ് കണക്ഷൻ മാനേജ്മെന്റ് ഓട്ടോമാറ്റിക്കലി കണക്ഷൻ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആണ്. കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റും റീകണക്ഷനും കണക്ഷൻ്റെ സ്റ്റേറ്റ് ട്രാക്കിങ്ങും ഇതെല്ലാം ആർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്? സിഗ്നൽ ആറിന് ചെയ്യാനുള്ള കഴിവുണ്ട്. ദെൻ ഓപ്ഷൻ സി, ഇറ്റ് യൂസസ് എ റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ. ഒരു റിക്വസ്റ്റ് റെസ്പോൺസ്, അതായത് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, റെസ്പോൺസ് കിട്ടുന്നു. നമ്മൾ HTTPയിൽ പഠിച്ചില്ലേ, അങ്ങനെ ഒരു മോഡലാണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ സിഗ്നൽ ആറിൽ അങ്ങനെ ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് അല്ല, അവിടെ ഒരു പെർസിസ്റ്റന്റ് കണക്ഷൻ ആണ്. അവർ ആ ഡേറ്റ, ആ മൾട്ടിപ്പിൾ ഡേറ്റ എക്സ്ചേഞ്ച് കഴിയുന്നത് വരെയും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും. ഇവർ റിക്വസ്റ്റ് റെസ്പോൺസ് മോഡൽ അല്ല ഫോളോ ചെയ്യുന്നത്, ഒരു പെർസിസ്റ്റന്റ് കണക്ഷൻ ആണ്. ഒരു പെർസിസ്റ്റന്റ് കണക്ഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ അതും തെറ്റാണ്. ദെൻ ഓപ്ഷൻ ഡി പറയുന്ന നോക്കിക്കേ, ഇറ്റ് യൂസസ് ഹബ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് സെർവർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, സിഗ്നൽ ആർ യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റുകൾ കാണും, സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ക്ലയൻസ് കാണും, കുറച്ച് ചില സ്പെസിഫിക് ക്ലയൻസ് കാണും. അപ്പം ഇത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എയും ബിയും സിയും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് സിഗ്നൽ ആറിനെ പറ്റിയിട്ട്. ഓപ്ഷൻ സി മാത്രം തെറ്റാണ്. ഓപ്ഷൻ സിയിൽ സിഗ്നൽ ആർ യൂസ് ചെയ്യുന്നത് ഒരു പെർസിസ്റ്റന്റ് കണക്ഷൻ ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 21st ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അറ്റ് വിച്ച് ലെയർ ഓഫ് ദ OSI മോഡൽ ഡസ് IP അഡ്രസ്സിംഗ് ഓപ്പറേറ്റ്? IP അഡ്രസ്സിംഗ് നടക്കുന്ന ലെയർ ഏതാ? ആപ്ലിക്കേഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഡേറ്റ ലിങ്ക്. നെറ്റ്വർക്ക് ലെയർ. കറക്റ്റ് അല്ലേ? ഓക്കെ. Then next, in the TCP/IP model, which protocol is used to transfer web pages from servers to client? സെർവറിൽ നിന്നും ക്ലയന്റിലേക്ക് വെബ് പേജസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോകോൾ. ഫസ്റ്റ് നോക്കിക്കേ, FTP എന്താ? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫയൽസ് ബിറ്റ്വീൻ ടു റിമോട്ട് ക്ലയൻസ്. ഓക്കെ. ദെൻ HTTP എന്തായിരുന്നു? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. വെബ് സെർവറിനും ക്ലയന്റിനും ഇടയിൽ, അല്ലെങ്കിൽ വെബ് പേജസിനും വെബ് സെർവറിനും ഇടയിൽ നമുക്ക് വെബ് പേജസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? HTTP എന്ന് പറയുന്നത്. HTTP എന്താ? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ആൻഡ് ദിസ് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ വെബ് പേജസ് ഫ്രം
സെർവർ ടു ക്ലയൻറ്റ്. ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിനനുസരിച്ച് സെർവർ വെബ് പേജസിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. ദെൻ SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അതെന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? അതൊരു ഇമെയിൽ പ്രോട്ടോക്കോൾ അല്ലേ? ദെൻ നെക്സ്റ്റ് SNMP ഏതായിരുന്നു? സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോക്കോൾ. ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് IP നെറ്റ്വർക്കിലെ ഡിവൈസസിനെ മോണിറ്റർ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ആൻസർ അപ്പോൾ ഏത് വരും? ഓപ്ഷൻ ബി. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് IEEE സ്റ്റാൻഡേർഡ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വയർലെസ് ലാൻ? വയർലെസ് ലാൻ വൈഫൈയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന IEEE സ്റ്റാൻഡേർഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 802.11, 802.5, 802.3, 802.4 ഏതായിരുന്നു? 802.11 ആയിരുന്നു ആൻസർ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 1-2 ഏതൊക്കെയായിരുന്നു? 802.3 ഉണ്ട്. എന്താണ്? വയേർഡ് ലാൻ അല്ലെങ്കിൽ എതേർനെറ്റിൻ്റെയാണ് എന്ത് വരുന്നത്? 802.3. ദെൻ 802.15 ഉണ്ട്. എന്തായിരുന്നു? ബ്ലൂടൂത്തിന് വേണ്ടിയിട്ടായിരുന്നു 802.15 വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, which of the following statements are correct? Hashing performs insertions, deletions and searching in constant average time. നെക്സ്റ്റ്, ഹാഷിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ് ചോദിക്കുന്നത്. ഈ കൊടുത്തേക്കുന്നത് എല്ലാം ഹാഷിങ്ങിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിലേതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? ഒരു സെർച്ചിങ് ടെക്നിക്ക് അല്ലേ? നമുക്കൊരു ഫിക്സഡ് സൈസ് ടേബിൾ കാണും, അതിലൊരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റയെ മാപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഈ ഹാഷിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്. ഇതിലെ ഇൻസേർഷൻ, അതേപോലെ ഡിലീഷൻ, സെർച്ച്, ഇതെല്ലാം ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഹാഷിൽ നമുക്ക് ബിഗ് ഓഫ് 1ൽ എന്ത് ചെയ്യാൻ പറ്റും? നടത്താൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ പറഞ്ഞേക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ആവറേജ് ടൈമിൽ ഇൻസേർഷൻ, ഡിലീഷൻ, സെർച്ചിങ് നടക്കും എന്ന് പറഞ്ഞേക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ നെക്സ്റ്റ്, സെപ്പറേറ്റ് ചെയിനിങ് ടെക്നിക്ക് ഓഫ് ഹാഷിംഗ് ഈസ് പോപ്പുലർ ആൻഡ് സ്പേസ് എഫിഷ്യന്റ് ഓൾട്ടർനേറ്റീവ് ടു ക്വാഡ്രാറ്റിക് പ്രോബിംഗ്. ക്വാഡ്രാറ്റിക് പ്രോബിങ്ങിനേക്കാളും സ്പേസ് എഫിഷ്യന്റും അതേപോലെ പോപ്പുലറുമായിട്ടുള്ള ടെക്നിക്കാണ് സെപ്പറേറ്റ് ചെയിനിങ് എന്നാണ് പറയുന്നത്. സെപ്പറേറ്റ് ചെയിനിങ് എന്ന് പറയുന്ന മെത്തേഡ് എന്തായിരുന്നു? നമ്മുടെ എന്താണ്, കൊളിഷൻസ് സംഭവിക്കത്തില്ലേ? 2 കേസ് സെയിം ഇൻഡെക്സിലേക്ക് വരുമ്പോൾ കൊളിഷൻസ് സംഭവിക്കും. ഈ കൊളിഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഈ സെപ്പറേറ്റ് ചെയിനിങ് എന്ന് പറയുന്നത്. അതായത് ഹാഷ് ടേബിളിലെ ഓരോ സ്ലോട്ടിലും ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് കാണും, ഒരു ലിസ്റ്റ് ഓഫ് എൻട്രീസ്, എല്ലാ മീൻസ് ആ ഒരു ഇൻഡെക്സിലേക്ക് വരുന്ന എല്ലാ എലമെന്റ്സിനെയും നമ്മൾ ആ ലിസ്റ്റിനകത്തായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് നമ്മുടെ സെപ്പറേറ്റ് ചെയിനിങ് എന്ന് പറയുന്നത്. ക്വാഡ്രാറ്റിക് പ്രോബിംഗ് വേറൊരു ടൈപ്പ് ഓഫ് കൊളിഷൻ ഹാൻഡ്ലിംഗ് മെത്തേഡാണ്. അതിൽ ക്വാഡ്രാറ്റിക് പ്രോബിങ്ങിനേക്കാളും എന്തുകൊണ്ട് സെപ്പറേറ്റ് ചെയിനിങ് പോപ്പുലർ ആവുന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണങ്ങളുണ്ട്. ഈസിയർ ടു ഇംപ്ലിമെൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ടേബിളിനെ എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, റീസൈസ് ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു? സെപ്പറേറ്റ് ചെയിനിങ് നമ്മുടെ ക്വാഡ്രാറ്റിക് പ്രോബിനേക്കാളും കുറച്ചുകൂടെ സിംപ്ലറും ആണ്, സ്പേസ് എഫിഷ്യൻറ്റും ആണ്, അതേപോലെ പോപ്പുലറും ആണ്. ഈ എഴുതിയേക്കുന്നതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ്, കമ്പൈലേഴ്സ് യൂസ് ഹാഷ് ടേബിൾസ് കോൾഡ് സിമ്പിൾ ടേബിൾ ടു കീപ് ട്രാക്ക് ഓഫ് ഡിക്ലയർഡ് വേരിയബിൾസ് ഇൻ ദ സോഴ്സ് കോഡ്. ഈ എഴുതിയേക്കുന്നത് കറക്റ്റ് അല്ലേ? കമ്പൈലേഴ്സ് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സിമ്പിൾ ടേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണത്? അതൊരു ഹാഷ് ടേബിൾ തന്നെയാണ്. ഈ ഹാഷ് ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് വേരിയബിൾസും ഫങ്ഷൻസും ക്ലാസ്സസും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ എന്തിനാണ് ഈ ഹാഷ് ടേബിൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഇൻസേർഷനും ഡിലീഷനും സെർച്ചിങ്ങും ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ കമ്പൈലേഴ്സ് സിമ്പിൾ ടേബിളായിട്ടൊരു ഹാഷ് ടേബിൾ യൂസ് ചെയ്യുന്നത്. സോ ഈ എഴുതിയേക്കുന്ന എല്ലാ ഓപ്ഷൻസും കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതിന് ആൻസർ വരിക ഓപ്ഷൻ ഡി. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് പ്രോട്ടോകോൾ ഈസ് കോമൺലി യൂസ്ഡ് അലോങ് IP ടു പ്രൊവൈഡ് എറർ റിപ്പോർട്ടിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് മെസ്സേജസ്? എറർ റിപ്പോർട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ്, DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. അതെന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? ഒരു മാപ്പിംഗ് ആണ്, ഡൊമൈനിനെയും IP അഡ്രസ്സിൻ്റെയും കൂടെ ഉള്ളൊരു മാപ്പിംഗ് ആണ്. ദെൻ നെക്സ്റ്റ്, ARP, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാപ്പ് IP അഡ്രസ് ടു
മാക് അഡ്രസ്സസ്. ദെൻ പിന്നെ വരുന്നത് UDP എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. ഇതൊരു എന്താണ് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ആണ്. ദെൻ പിന്നെ വരുന്നതാണ് ICMP എന്താണ്? ഫുൾ ഫോം ഓർമ്മയുണ്ടോ? ICMP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എറർ മെസ്സേജസും ഡയഗ്നോസ്റ്റിക്സും സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് ഈ ICMP എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ICMP വരും. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് UDP ഇൻ ട്രാൻസ്പോർട്ട് ലെയർ? ട്രാൻസ്പോർട്ട് ലെയറിൽ എന്തിനാണ് UDP എന്നാണ് ചോദിച്ചേക്കുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ 3 TCP, UDP, SCTP. അതിൽ ഓപ്ഷൻസ് നോക്കിക്കേ. UDPയുടെ പർപ്പസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നെറ്റ്വർക്ക് റൗട്ടിംഗ് ആൻഡ് അഡ്രസ്സിംഗ്, ഫാസ്റ്റ് കണക്ഷൻലെസ് ഡേറ്റ ട്രാൻസ്ഫർ വിത്തൗട്ട് റിലയബിൾ ഗ്യാരണ്ടീസ്, റിലയബിൾ ഡേറ്റ ഡെലിവറി വിത്ത് എറർ കണക്ഷൻ ഓറിയന്റഡ് ഡേറ്റ ട്രാൻസ്ഫർ. നമുക്ക് UDP അറിയാം. UDP കണക്ഷൻലെസ് ആണ്. UDP കണക്ഷൻലെസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനർത്ഥം എന്താ? അവർക്കൊരു ഇനീഷ്യൽ കണക്ഷൻ സെറ്റപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് ഒരു ഡേറ്റ അയക്കുമ്പം അത് കറക്റ്റായിട്ട് അവിടെ എത്തും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. സോ ഇതിൻ്റെ ഡേറ്റ ഡെലിവറി എന്തല്ല? റിലയബിൾ അല്ല, കണക്ഷൻ ഓറിയൻറ്റഡും അല്ല. വിത്തൗട്ട് റിലയബിലിറ്റി ആണ്, കണക്ഷൻലെസ്സും ആണ്. ഇനി ഇത് ഫാസ്റ്റ് ആണോ? ഉറപ്പായിട്ടും ഇത് ഫാസ്റ്റ് ആണ്. കാരണം ഇതിനകത്ത് മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളെ വരുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ്? കണക്ഷൻ സെറ്റപ്പും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇതെന്താണ്? ഫാസ്റ്റ് ആണ്. സോ ഇതിന് ആൻസർ വരിക ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരിക. നെക്സ്റ്റ്, IDEA ഇന്റർനാഷണൽ ഡേറ്റ എൻക്രിപ്ഷൻ അൽഗോരിതം. ഇത് നമ്മൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കീ സൈസ് ആണ് ചോദിച്ചേക്കുന്നത്. ഇതിന്റെ കീ സൈസ് എത്ര വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. 128 ബിറ്റ്സ്, 64 ബിറ്റ്സ്, 160 ബിറ്റ്സ്, ദെൻ 56 ബിറ്റ്സ്. ഇതിന്റെ കീ സൈസ് വരിക എത്രയാണ്? ഓപ്ഷൻ എ 128 ബിറ്റ്സ് ആണ് വരുന്നത്. നമുക്കതെല്ലാം കൂടെ ഒരു ടേബിൾ പോലെ നിങ്ങൾ വരച്ച് പഠിക്കുന്നതാണ് നല്ലത്. എൻക്രിപ്ഷൻ സ്കീംസ് കുറേ ഇല്ലേ? AES, DES, DDES. അപ്പോൾ അത് ഓരോന്നും നിങ്ങളൊരു ബോക്സ് പോലെ എഴുതി വെച്ച് അതിൻ്റെ ബ്ലോക്ക് സൈസ്, അതിൻ്റെ കീ സൈസ്, അതിൻ്റെ അങ്ങനെ ഓരോന്നുമായിട്ട് എഴുതി തന്നെ പഠിക്കുക. അതൊരു ബോക്സ് ആക്കി വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും റിവൈസ് ചെയ്യാനും എളുപ്പമുണ്ടാവും. ഓപ്ഷൻ എ. Then next, which attack method involves injecting malicious code into trusted website to target users accessing those site? അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് നമ്മൾ അറ്റാക്കുകളെ പറ്റിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ടൈപ്പ് ഓഫ് അറ്റാക്കിനെ പറ്റിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് മലീഷ്യസ് കോഡ് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സൈറ്റ് ആക്സസ് ചെയ്യുന്ന യൂസേഴ്സിനെ ഇത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ആ അറ്റാക്കിൻ്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. ഈ അറ്റാക്കിൻ്റെ പേരെന്ന് പറയുന്നത് XSS ആണ്. അതായത് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്നാണ് ഈ ഒരു അറ്റാക്കിൻ്റെ പേര്. ഇതൊരു വെബ് സെക്യൂരിറ്റി വൾണറബിലിറ്റി ആണ്. ഇതിലെന്താ ആൾക്കാർ ചെയ്യുക? യൂഷ്വലി ജാവാസ്ക്രിപ്റ്റ് പോലുള്ള ജാവാസ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ള മലീഷ്യസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ വെബ് പേജിലേക്ക് ഇൻജെക്ട് ചെയ്യുകയും അതുവഴി യൂസേഴ്സിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇതാണ് XSS എന്ന് പറയുന്നത്. പിന്നെ SQL ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? SQL ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ DBMSൽ എന്താണ് ഇതുപോലെ മലീഷ്യസ് ആയിട്ടുള്ള ക്വയറീസ് അല്ലെങ്കിൽ മലീഷ്യസ് ആയിട്ടുള്ള SQL ക്വയറീസോ ഡേറ്റയോ ഇതിലേക്ക് ഡേറ്റാബേസിലേക്ക് കൊടുത്തിട്ട് ആ ഡേറ്റാബേസിനെ ഇൻ്റർഫിയർ ചെയ്യുന്നതാണ് SQL ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. ഫിഷിംഗ് നിങ്ങൾക്കറിയാമല്ലോ. എന്താണ്? തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ ഡേറ്റാസ് നേടിയെടുക്കുന്നത്, സെൻസിറ്റീവ് ഇൻഫർമേഷൻ അവർ നേടിയെടുക്കുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ദെൻ മാൻ ഇൻ മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഈഫ് സ്ട്രോപ്പ് പോലെ തന്നെ നമ്മൾ അയക്കുന്ന ഡേറ്റേൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് എന്താണ് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും അല്ലെ റിലേ അറ്റാക്സ് ഇല്ലേ അങ്ങനെ നിൽക്കുകയും ആ ഡേറ്റേനെ മോഡിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ആണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഡൗട്ട് വരാനുള്ളത് SQL ഇഞ്ചെക്ഷനും ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിങ്ങേ വരത്തുള്ളൂ. മറ്റേത് രണ്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാവുന്ന കോമൺ അറ്റാക്കുകളാണ്. SQL ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസിന് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് അറ്റാക്കാണ്.
നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വാലിഡ് IPv4 അഡ്രസ്സ്? ഇതിൽ വാലിഡ് ആയിട്ടുള്ള ഒരു IPv4 അഡ്രസ്സ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നോക്കിക്കേ, ഒന്ന് 192.168 1.1 അത് ഓക്കെയാണ്, കുഴപ്പമില്ല. ഇവിടെ തെറ്റിപ്പോയി. 255 മേലേക്ക് വരുമോ? ഇല്ല. ഇവിടെ 500 പറ്റില്ല. ഇവിടെ 300 പറ്റില്ല. ഇന്ന് മാക്സിമം വരെ എന്താണ്? 255, 255, 255, 255 ഇതുവരെ വരൂ. അതിന് മേലേക്ക് വരുന്ന എല്ലാം തെറ്റാണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. Which physical medium uses TDM, time division multiplexing, to reduce signal degradation in long distance? ലോങ് ഡിസ്റ്റൻസിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഒരു ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിൽ സിഗ്നൽ ഡീഗ്രഡേഷൻ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്ലക്സിങ്ങിൻ്റെ പല രീതിയിലുണ്ട്. അതിലൊരു ടൈപ്പാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടൈമിനെ ഡിഫറെൻറ്റ് സ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ കമ്മ്യൂണിക്കേഷൻ ചാനലിനും കൊടുക്കുന്നതാണ് ഈ ഒരു ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. അത് യൂസ് ചെയ്യുന്നത് ഈ താഴെ കൊടുത്തേക്കുന്നതിൽ ഏത് മീഡിയത്തിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. ഇതിലെല്ലാത്തിലും നമ്മൾ TDM യൂസ് ചെയ്യുന്നുണ്ട്. ട്വിസ്റ്റഡ് പെയർ കേബിളിലും കോആക്സിയൽ കേബിളിലും ഫൈബർ ഒപ്റ്റിക് കേബിളിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? TDM യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following correctly describes the role of back-off algorithm in medium access control? മീഡിയം ആക്സസ് കൺട്രോൾ പ്രോട്ടോകോൾസ് ഇല്ലേ, മാക് പ്രോട്ടോകോൾസ്, CSMA CD, CSMA CA ഒക്കെ, അതിൽ ബാക്ക് ഓഫ് അൽഗോരിതത്തിൻ്റെ ഉപയോഗം എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇറ്റ് പ്രയോറിറ്റൈസസ് സ്റ്റേഷൻസ് ബേസ്ഡ് ഓൺ ദെയർ IP അഡ്രസ്സസ്. ഇറ്റ് ഗ്യാരണ്ടീസ് ദാറ്റ് only one station transmit at a time. It allows stations to retransmit after a random delay following a collision. It ensures that a station always transmit at a fixed interval. എന്താണ് ഈ ബാക്ക് ഓഫ് അൽഗോരിതം എന്ന് അറിയണ്ടേ? എന്തായിരുന്നു? ഷെയർഡ് നെറ്റ്വർക്ക്സിലെ കൊളിഷൻസിനെ, അതായത് എതർനെറ്റ് പോലുള്ള ഷെയർഡ് നെറ്റ്വർക്ക്സിലെ കൊളിഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു മീഡിയം ആക്സസ് പ്രോട്ടോകോളിൽ യൂസ് ചെയ്യുന്നൊരു അൽഗോരിതമാണ് ബാക്ക് ഓഫ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് സ്റ്റേഷൻസ് ഒരേ സമയം ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? അവിടെ കൊളിഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ കൊളിഷനെ ഡിറ്റക്ട് ചെയ്യുകയും ഓരോ സ്റ്റേഷൻസിനെയും ഒരു റാൻഡം ടൈം ഇൻ്റർവെൽ വെയിറ്റ് ചെയ്യിപ്പിക്കും. അതിനുശേഷം മാത്രമേ അവരെ റീട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കത്തുള്ളൂ. ആ ഒരു റാൻഡം ഡിലേ കൊടുക്കുന്നത് കൊണ്ട് ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ട് കൊളിഷൻസ് ഉണ്ടാവുന്നത് റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു റാൻഡം ഡിലേ കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം? ബാക്ക് ഓഫ് അൽഗോരിതത്തിന്റെ ഉദ്ദേശം. പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടോ? IP അഡ്രസ്സ് ബേസ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. ഒരു സ്റ്റേഷൻ മാത്രമേ അറ്റ് എ ടൈം സെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള കഴിവ് ബാക്ക് ഓഫ് അൽഗോരിതത്തിന് ഇല്ല. Then it allows stations to retransmit after a random delay after collision. കൊളിഷൻ നടക്കും. കൊളിഷൻ നടന്നതിന് ശേഷം ഒരു റാൻഡം ഡിലേ കൊടുക്കും. ഓരോ സ്റ്റേഷനും ഒരു റാൻഡം ടൈം ഇന്റർവൽ കൊടുക്കും. അതിനുശേഷം മാത്രമേ അവർക്ക് റീട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റൂ. സോ ഇത് കറക്റ്റ് ആണ്. Then next, ensures that a station always transmit at fixed time interval. Fixed time interval അല്ല, റാൻഡം ഇന്റർവൽസ് ആണ് അവർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ 31ന്റെ ആൻസർ ഓപ്ഷൻ C. Next, in Kerberos, which type of cryptographic key is shared between the client and authentication server? ക്ലയന്റിനും ഒതന്റിക്കേഷൻ സെർവറിനും ഇടയിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ക്രിപ്റ്റോഗ്രഫിക് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെർബറോസ് എന്താന്ന് ഓർമ്മയുണ്ടോ? കെർബറോസ് ഒരു ഒതന്റിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കെർബറോസ് എന്ന് പറയുന്നത്. ഒരു ഒതന്റിക്കേഷൻ പ്രോട്ടോകോൾ തന്നെയാണ് കെർബറോസ് എന്ന് പറയുന്നത്. ഒരു ഇൻസെക്യൂർ നെറ്റ്വർക്കിലൂടെ നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ആ ആൾക്കാരുടെ ഐഡന്റിറ്റീനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്വേഡ് തന്നെ ഡയറക്റ്റ്ലി സെൻഡ് ചെയ്ത് കൊടുക്കാതെ അവരുടെ ഒതന്റിക്കേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു എന്തെന്ന് പറയുന്നത്? കെർബറോസ് എന്ന് പറയുന്നത്. ഇതൊരു സീക്രട്ട് കീ ക്രിപ്റ്റോഗ്രഫി ഫോളോ ചെയ്യുന്ന അൽഗോരിതമാണ്. സീക്രട്ട് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഏതാ? സിമ്മട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. ഒരൊറ്റ കീയെ ഇവിടെ കാണത്തുള്ളൂ. അപ്പോൾ ഇവിടെ പബ്ലിക് കീയും പ്രൈവറ്റ് കീ ഒക്കെ വരുന്നുണ്ടോ? ഇല്ല. സോ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഇവിടെ പബ്ലിക് കീ പ്രൈവറ്റ് കീ ഇല്ല. ഇവിടെ ആകെ ഒരൊറ്റ കീ മാത്രമേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിന്റെ കമ്പോണൻസ് നോക്കുക. ആരൊക്കെയായിരുന്നു കമ്പോണൻസ്? ക്ലൈന്റ് ഉണ്ട്, ഒതന്റിക്കേഷൻ സെർവർ ഉണ്ട്, പിന്നെ നമ്മുടെ സെർവർ ഉണ്ട്, ടിക്കറ്റ് ഗ്രാൻഡിങ് സെർവർ ഉണ്ട്. ഇത്രയും പേരാണ് മെയിൻ കമ്പോണൻസ് ആയിട്ട് വരിക. അതിൽ ക്ലൈന്റ് അല്ലെങ്കിൽ യൂസർ ആദ്യം ഒതന്റിക്കേഷൻ സെർവറിനെ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ
എന്താണോ ഈ ഒതന്റിക്കേഷൻ സെർവർ തിരിച്ച് ക്ലയന്റിന് ഈ ടിക്കറ്റ് ഗ്രാൻഡിങ് ടിക്കറ്റ് അയച്ചു കൊടുക്കും. അപ്പൊ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ക്ലയന്റിനും ഒതന്റിക്കേഷൻ സെർവറിനും ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുക ക്ലയന്റിനും ഒതന്റിക്കേഷൻ സെർവറിനും ഇടയിലാണ്. ആ സമയത്ത് ഈ ക്ലയന്റ് ഒറിജിനൽ ആളാണോ അല്ലയോ എന്നുള്ളത് ഉറപ്പിക്കണ്ടേ. അപ്പൊ അതിനുവേണ്ടി അവരുടെ എന്ത് വാങ്ങണം? മീൻസ് ഈ പാസ്വേഡ് യൂസർ നെയിമും എടുക്കണ്ടേ. ആ ഒരു ഏരിയയിലാണ് എന്ത് നടക്കുക? ആ ഒരു ഏരിയയിലെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. എന്ത് കീ ആണ് അവിടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതായത് ഏറ്റവും നമുക്ക് ഫസ്റ്റ് വരിക, ഫസ്റ്റ് ക്ലയന്റ് കാണും. ഈ ക്ലയന്റ് ആണ് ആദ്യം ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഒതന്റിക്കേഷൻ സെർവറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒതന്റിക്കേഷൻ സെർവർ ഒരു ഡേറ്റാബേസ് ഉണ്ട്. ആ ഡേറ്റാബേസിൽ പോയിട്ട് ഈ ഒരു സെർവർ ഒത്തന്റിക്കേറ്റഡ് ആണോ ഒറിജിനൽ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് എന്തയച്ചു കൊടുക്കുക? ഈ ഒരു ടിക്കറ്റ് ഗ്രാൻഡിങ് ടിക്കറ്റ് അയച്ചു കൊടുക്കുക. അപ്പൊ ഈ ഒരു സമയത്ത് ഷെയർ ചെയ്യുന്ന കീ എന്ത് കീ ആണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അത് സിമ്മട്രിക് കീ ഡിറൈവ്ഡ് ഫ്രം ക്ലയന്റ് പാസ്വേഡ് ആണോ അതോ സെഷൻ കീ പ്രൊവൈഡഡ് ബൈ ദ കീ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ആണോ? ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഇവിടെ വരുന്നത് നമ്മുടെ ക്ലയന്റിന്റെ പാസ്വേഡ്, ക്ലയന്റ് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കും. ആ ക്ലയന്റിന്റെ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നും ഡിറൈവ് ആകുന്ന ഒരു സിമ്മട്രിക് കീ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. സോ ഇതിന് ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. ഇനി എവിടാണ് ഈ സെഷൻ കീ യൂസ് ചെയ്യുക? സെഷൻ കീ യൂസ് ചെയ്യുന്നത് ടിക്കറ്റ് ഗ്രാൻഡിങ് സർവീസ് ഇല്ലേ, ടിക്കറ്റ് ഗ്രാൻഡിങ് സെർവർ, അതിനിടയിലാണ് നമ്മൾ ഈ ഒരു എന്ത് യൂസ് ചെയ്യുക? നമ്മുടെ സെഷൻ കീ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ക്ലയന്റ് ആൻഡ് ഒതന്റിക്കേഷൻ സെർവർ, അതിനിടയിൽ യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോഗ്രഫിക് കീ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമ്മട്രിക് കീ ഡിറൈവ്ഡ് ഫ്രം ദ ക്ലയന്റ്സ് പാസ്വേഡ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബൈൻഡ് ഫംഗ്ഷൻ ഇൻ സോക്കറ്റ് പ്രോഗ്രാമിംഗ്? സോക്കറ്റ് പ്രോഗ്രാമിംഗിൽ ബൈൻഡ് ഫംഗ്ഷൻ എന്തിനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോക്കറ്റ് കണക്ഷൻ ക്ലോസ് ചെയ്യാൻ ആണോ? അല്ല. നെക്സ്റ്റ്, ടു അസോസിയേറ്റ് എ സോക്കറ്റ് വിത്ത് എ ലോക്കൽ അഡ്രസ് ആൻഡ് പോർട്ട്. ബൈൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനെയൊക്കെ ബൈൻഡ് ചെയ്ത് വെക്കാൻ? ഒരു സോക്കറ്റിനെ അതിൻ്റെ ലോക്കൽ അഡ്രസ്സും പോർട്ടിലേക്കും ബൈൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിന് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി വരും. ടു സെൻഡ് ഡാറ്റ ടു എ സോക്കറ്റും അല്ല, ടു ലിസൺ ടു ഇൻകമിങ് കണക്ഷൻസും അല്ല. സോ ഇതിന്റെ ആൻസർ ഏത് വരും? ടു അസോസിയേറ്റ് എ സോക്കറ്റ് വിത്ത് എ ലോക്കൽ അഡ്രസ് ആൻഡ് പോർട്ട്. അടുത്തത്, which exception is thrown in Java RMI if a remote method invocation fails? ഒരു റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ RMI ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് എക്സെപ്ഷൻ ആണ് ത്രോ ആകുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോട്ട് ബൗണ്ട് എക്സെപ്ഷൻ, സെക്യൂരിറ്റി എക്സെപ്ഷൻ, റിമോട്ട് എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ. ഇതിൽ നോട്ട് ബൗണ്ട് എക്സെപ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു പേര് RMI രജിസ്ട്രിയിൽ നോക്കുമ്പം അത് കണ്ടില്ല, അത് കാണുന്നില്ല, അങ്ങനെ ആ സമയത്താണ്, അല്ലെങ്കിൽ അത് കറന്റ്ലി ബൗണ്ടഡ് അല്ല എന്നുണ്ടെങ്കിലാണ് നോട്ട് ബൗണ്ട് എക്സെപ്ഷൻ വരിക. നെക്സ്റ്റ്, സെക്യൂരിറ്റി എക്സെപ്ഷൻ. ഇത് ഏതെങ്കിലും സെക്യൂരിറ്റി പോളിസി വയലേറ്റ് ചെയ്യുന്ന സമയത്താണ് സെക്യൂരിറ്റി എക്സെപ്ഷൻ വരിക. പിന്നെ റിമോട്ട് എക്സെപ്ഷൻ ഉണ്ട്. ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക റിമോട്ട് മെത്തേഡ് ഇൻവൊക്കേഷൻ ഫെയിൽ ആയാൽ നമുക്ക് വരുന്ന എക്സെപ്ഷൻ എന്ന് പറയുന്നത് റിമോട്ട് എക്സെപ്ഷൻ എന്ന് പറയുന്ന എക്സെപ്ഷൻ ആണ്. നെക്സ്റ്റ്, IO എക്സെപ്ഷൻ. IO എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒരു ജനറിക് ആയിട്ടുള്ള എക്സെപ്ഷൻ ക്ലാസ് ആണ്. അതിന്റെ അണ്ടറിൽ തന്നെയാണ് റിമോട്ട് എക്സെപ്ഷൻ വരിക. പക്ഷേ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് തന്നെയാണ്? റിമോട്ട് എക്സെപ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the most distinguishing feature of this model is the ability to handle risk. Which of the following software model is referred here? Waterfall model, spiral model, prototyping model, none of the above. ഈ കൊടുത്തേക്കുന്നതിൽ ഏതാണ് റിസ്കിനെ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും കഴിവ് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ റിസ്കിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന മോഡൽ ഏതാണ്? സ്പൈറൽ മോഡലാണ്. സ്പൈറൽ മോഡൽ ഒരു റിസ്ക് ഡ്രിവൺ മോഡലാണ്. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ റിസ്കിനെ ഐഡന്റിഫൈ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, which of the following is not an object oriented methodology for software design? സോഫ്റ്റ്വെയർ ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാത്ത ഒബ്ജക്റ്റ് ഓറിയന്റഡ്
ഈ താഴെ കൊടുത്തേക്കുന്നതിൽ ഏതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തഡോളജി അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഡേറ്റ ഫ്ലോ ഡയഗ്രാം, യൂസ് കേസ് ഡയഗ്രാം, സീക്വൻസ് ഡയഗ്രാം, കൊളാബറേഷൻ ഡയഗ്രാം. ഏതാണ് കറക്റ്റ് ആൻസർ? ഓക്കെ. ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തഡോളജീസ്. എന്താണ് ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തഡോളജീസ് എന്നറിയാമോ? ഒബ്ജക്റ്റുകളും ക്ലാസ്സുകളും അതേപോലെ അവരുടെ ഇന്ററാക്ഷൻസും വരുന്ന, അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യുകയും മോഡൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തഡോളജി എന്ന് പറയുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന കോമൺ ടൂൾസ് ഏതൊക്കെയാണെന്നറിയാമോ? യൂസ് കേസ് ഡയഗ്രാം വരുന്നുണ്ട്, സീക്വൻസ് ഡയഗ്രാം വരുന്നുണ്ട്, കൊളാബറേഷൻ ഡയഗ്രാം വരുന്നുണ്ട്. പക്ഷെ അവിടെ ഡേറ്റ ഫ്ലോ ഡയഗ്രാം DFD വരുന്നില്ല. സോ ഇതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ, DFD. Okay. Next question. Which of the following international standards organization standard is applicable for software product development? സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിന്റെ ആൻസർ ISO 9001 ആണ്. ക്വാളിറ്റി മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് ആണ് ഇത് നമ്മൾ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൽ വൈഡ്ലി യൂസ് ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു ISO 9001 ക്വാളിറ്റി മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡാഷ് ടെസ്റ്റിംഗ് വെരിഫൈസ് ദ ഇന്റേണൽ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് ഓഫ് എ മൊഡ്യൂൾ ഡ്യൂറിംഗ് ദ വാലിഡേഷൻ ഫേസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ വാലിഡേഷൻ ഫേസിൽ നമ്മൾ ഇന്റേണൽ ഡേറ്റ സ്ട്രക്ചേഴ്സിനെ അൽഗോരിതത്തിനെയൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റിംഗ് ഏതാണ്? വൈറ്റ് ബോക്സ്, ബ്ലാക്ക് ബോക്സ്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഇതിലേതാ വരുന്ന ആൻസർ ആയിട്ട്? എന്താണ് ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്? ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ, ലോജിക്ക്, കോഡ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ എന്തൊക്കെ അവർ വെരിഫൈ ചെയ്യും? ഇന്റേണൽ ഡേറ്റ സ്ട്രക്ചേഴ്സും വെരിഫൈ ചെയ്യും, കൺട്രോൾ ഫ്ലോയും വെരിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ അൽഗോരിതവും ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് തന്നെയായിരിക്കും വരിക. ഇനി എന്താ ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിന്റെ പ്രത്യേകത? ഇതിനവർക്ക് ഇന്റേണൽ കോഡോ സ്ട്രക്ചറോ അറിയണമെന്നൊന്നും നിർബന്ധമില്ല. ഇതിലവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, എന്താണ് അതിൻ്റെ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്, ഇത് മാത്രമേ അതിനകത്ത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. ദെൻ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർ മൊഡ്യൂൾസ് ആയിട്ടായിരിക്കുമല്ലോ ഇതിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഈ ഓരോ യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യും, നമ്മൾ ഓരോ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യും, അത് ഓക്കെ എന്ന് മനസ്സിലാക്കും. പക്ഷേ ഇതിനെ എല്ലാത്തിനെയും ഒരുമിച്ച് വെച്ചിട്ട് ആസ് എ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഡാഷ് ഈസ് qualitative indication of the degree to which a module focuses on one thing. ഓക്കെ. ഏതെങ്കിലും ഒരൊറ്റ കാര്യത്തിൽ മൊഡ്യൂൾ ഫോക്കസ് ചെയ്യുന്നതിനെ എന്താ പറയുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. മോഡുലാരിറ്റി, കപ്ലിംഗ്, കൊഹഷൻ, ഫങ്ഷണൽ ഡിപ്പെൻഡൻസ്. എന്താ ഈ മോഡുലാരിറ്റി? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മോഡുലാരിറ്റി എന്തായിരുന്നു? നമ്മളൊരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മൊഡ്യൂൾസ് ആയിട്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, അതിനെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത്. ദെൻ പിന്നെ വരുന്നത് കപ്ലിംഗ്. കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് മൊഡ്യൂളുകൾക്കിടയിലുള്ളൊരു ഇൻ്റർഡിപ്പെൻഡൻസ് ആണ് കാണിക്കുന്നത്. ഓരോ മൊഡ്യൂളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം റിലേ ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിഗ്രിയാണ് എന്തിനെ കാണിക്കുന്നത്? കപ്ലിംഗ് കാണിക്കുന്നത്. ദെൻ കൊഹഷൻ എന്താണ്? ഒരു മൊഡ്യൂളിനുള്ളിൽ എലമെന്റ്സ് എല്ലാം കൂടെ എങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു, ഇതാണ് എന്ത് പറയുന്നത്? കൊഹഷൻ പറയുന്നത്. കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൊഡ്യൂളായിട്ട് കുറേ മൊഡ്യൂൾസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ഓരോ മൊഡ്യൂൾസിനും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പർപ്പസ് കാണും. ആ പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ആ ഒരു പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മൊഡ്യൂളിലെ എലമെന്റ്സ് എല്ലാം എത്രത്തോളം ഒരുമിച്ച് നിൽക്കുന്നു, ഇതാണ് കൊഹഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ്, ഫങ്ഷണൽ ഡിപ്പെൻഡൻസ്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസ് നമ്മൾ ഡേറ്റാബേസ് ഡിസൈനിൽ വരുന്നൊരു
സംഭവമാണ്. ഒരു ആട്രിബ്യൂട്ട് മറ്റൊരു ആട്രിബ്യൂട്ടിനെ ഫങ്ഷണലി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതാണ് ആ ഒരു റിലേഷൻഷിപ്പാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസ് പറയുന്നത്. ഇതിന്റെ ആൻസർ എന്ത് വരും? ക്വാളിറ്റേറ്റീവ് ഇൻഡിക്കേഷൻ ഓഫ് ദ ഡിഗ്രി ടു വിച്ച് എ മോഡ്യൂൾ ഫോക്കസസ് ഓൺ വൺ തിങ്. അത് വരുന്നത് കൊഹഷൻ ആണ് കേട്ടോ. അതായത് ആ മൊഡ്യൂള് അല്ലെങ്കിൽ ആ മൊഡ്യൂളിലെ ഓരോ എലമെന്റ്സും അതിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ടാസ്ക് എന്തോ അതിൽ എത്രത്തോളം ഫോക്കസ്ഡ് ആണ്, ഇതാണ് എന്ത് പറയുന്നത്? കൊഹഷൻ പറയുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Next, which of the following is false when calculating cyclomatic complexity V of G for a flow graph G? G എന്ന് പറയുന്ന ഒരു ഫ്ലോ ഗ്രാഫിന്റെ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഈ താഴെ പറഞ്ഞേക്കുന്നതിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായിരുന്നു ഈ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്? ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രോഗ്രാം ഫ്ലോയിലെ കോംപ്ലക്സിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറയാം. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ അകത്തെ പ്രോഗ്രാം ഫ്ലോ അത് എത്രത്തോളം ഡിപ്പെൻഡൻസി വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ എത്ര ഇൻഡിപെൻഡൻ്റ് പാത്തുകൾ ഉണ്ട്, ഇതെല്ലാം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് മൂന്ന് രീതിയിൽ ഇത് വരുന്നുണ്ട്. ഒന്നാമത്തത് നമുക്കൊരു ഇക്വേഷൻ വരുന്നത് വി ഓഫ് ജി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഈസ് ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 2p എന്ന് വരുന്നുണ്ട്. ഈ എച്ചസും എൻ നോഡും 2p എന്ന് പറഞ്ഞാൽ എത്ര കമ്പോണൻസ് ഉണ്ട് എന്നുള്ളതുമാണ് വരുന്നത്. സോ വി ഓഫ് ജി ഈസ് ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 2p ആണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത്. ഈ p ഈക്വൽ ടു 1 ആയാൽ ഇതെന്താവും? വി ഓഫ് ജി ഈസ് ഈക്വൽ ടു ഇ മൈനസ് എൻ പ്ലസ് 2 എന്ന് വരില്ലേ? സോ ഇത് കറക്റ്റ് അല്ലേ? അതായത് കമ്പോണൻസ് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന കണ്ടീഷനാണ് ഇത്, സിംഗിൾ മൊഡ്യൂൾ മാത്രമുള്ള കണ്ടീഷൻ. ദെൻ നെക്സ്റ്റ് പ്രെഡിക്കേറ്റ് ഫോർമുല വെച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് വി ഓഫ് ജി ഈസ് ഈക്വൽ ടു p പ്ലസ് 1 എന്ന് എഴുതാം, പ്രശ്നമില്ല. എന്താണ് ഈ പ്രെഡിക്കേറ്റ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ നോട്ട്സ് ആണ്. ലൈക്ക് എന്താണ് ഇഫ്, വൈല്, ഫോർ അങ്ങനെയൊക്കെയുള്ളത് വരുന്നതാണ് പ്രെഡിക്കേറ്റ് നോട്ട്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്പർ ഓഫ് റീജിയൻസും നമ്പർ ഓഫ് കണ്ടീഷൻസും. നമ്പർ ഓഫ് റീജിയൻസ് കറക്റ്റ് ആണ്. സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി വി ഓഫ് ജി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റീജിയൻസ് ഇൻ എ ഫ്ലോ ഗ്രാഫ്. റീജിയൻസ് എന്ന് പറയുമ്പോൾ ആ ഫ്ലോ ഗ്രാഫിനകത്ത് എത്ര റീജിയൻസ് ഉണ്ട് പ്ലസ് ഔട്ടർ റീജിയൻ ഒരെണ്ണം കൂടി വരും, അതും സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ആയിട്ട് വരുന്നുള്ളൂ. നമ്പർ ഓഫ് കണ്ടീഷൻസ് വരുന്നില്ല, ഒരു രീതിയിലും നമ്പർ ഓഫ് കണ്ടീഷൻസ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ഡി തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സിസ്റ്റം ടെസ്റ്റിംഗ് ഡൺ എമംഗ് ദ സ്മോൾ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്? ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് ഇടയിൽ നമ്മൾ നടത്തുന്ന ഒരു സിസ്റ്റം ടെസ്റ്റിംഗ് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൽഫ, ബീറ്റ, സ്ട്രെസ് ടെസ്റ്റിംഗ്. ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് ടീം തന്നെ നമ്മുടെ ലാബ് എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, നമ്മുടെ റിയൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് ആൽഫ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബീറ്റ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ കസ്റ്റമേഴ്സ് തന്നെയാണ് ഇത് ചെയ്യുക. ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് വരും, അവർ റിയൽ വേൾഡിൽ ഈ ഒരു ആൽഫ ടെസ്റ്റിങ്ങിന് ശേഷം ഈ ഒരു ബീറ്റ ടെസ്റ്റിംഗ് നടത്തും. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ എടുക്കാനും ആ യൂസർ എക്സ്പീരിയൻസ് ഫുൾ റിലീസിന് മുമ്പേ മനസ്സിലാക്കാനും പറ്റും. അതിനുശേഷം നെക്സ്റ്റ് സ്ട്രെസ് ടെസ്റ്റിംഗ്. സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം സ്ട്രെസ്സിലും ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ്. അതായത് ഓവർലോഡൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ട് എക്സ്ട്രീം ലോഡൊക്കെ കൊടുത്ത് ഇതിൻ്റെ ലിമിറ്റ്സ് ടെസ്റ്റ് ചെയ്യുന്നതാണ് സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ആൻസർ ചെയ്ത് വരും ബീറ്റ ടെസ്റ്റിംഗ്. സ്മോൾ ഗ്രൂപ്പ് ഓഫ് ആക്ച്വൽ കസ്റ്റമേഴ്സ് ആണ് ഇവിടെ വരുന്നത് ടെസ്റ്റിങ്ങിന് വേണ്ടി. Next, which software size metric can be used to easily estimate the size of a software product directly from problem specification?
പ്രോബ്ലം സ്പെസിഫിക്കേഷനിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് സൈസ് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഏത് സോഫ്റ്റ്വെയർ മെട്രിക് യൂസ് ചെയ്തിട്ടാണ് എന്നാണ്. കൊടുത്തേക്കുന്ന എക്സാമ്പിൾസ് നോക്കാം. ലൈൻസ് ഓഫ് കോഡ്. ലൈൻസ് ഓഫ് കോഡ് പേര് തന്നെ ഇല്ലേ, എന്തായിരുന്നു? നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലം സ്പെസിഫിക്കേഷനിൽ നിന്ന് കിട്ടുമോ? കിട്ടത്തില്ല. ലൈൻസ് ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ അതിലെ ലൈൻസ് എണ്ണി നോക്കുകയല്ലേ. അപ്പൊ അത് നമുക്ക് കോഡ് നേരത്തെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരെണ്ണം പ്രോബ്ലം സ്പെസിഫിക്കേഷനിൽ നിന്ന് ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ വരുന്നത് കൊക്കോമോ. കൊക്കോമോ ഈ ഒരു എസ്റ്റിമേഷൻ മോഡല് ഒന്നെങ്കിൽ FPയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ എന്താണ് LOCനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലൈൻ ഓഫ് കോഡിനെ ഒന്നെങ്കിൽ ഫംഗ്ഷൻ പോയിന്റിനെയോ അല്ലെ ലൈൻ ഓഫ് കോഡിനെയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതും ഡയറക്റ്റ് അല്ല വരുന്നത്, അതുകൊണ്ട് അതും വരില്ല. നെക്സ്റ്റ് നെക്സ്റ്റ് ഫംഗ്ഷൻ പോയിന്റ്. ഫംഗ്ഷൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രൊഡക്റ്റിന്റെ സൈസ് മെഷർ ചെയ്യാനാണ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫങ്ഷണാലിറ്റി. അതിൻ്റെ ഫങ്ഷണാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം സ്പെസിഫിക്കേഷൻ എന്താണ് ഇതിൽ വരുന്നത് അത് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൻ്റെ സൈസിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ഫങ്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. നാലാമത്തത് ഡെൽഫി ടെക്നിക്ക് എന്ന് പറയുന്നത് എക്സ്പേർട്ട് ആയിട്ടുള്ള എസ്റ്റിമേഷൻ ടെക്നിക്കാണ്. ഇതിൽ നമ്മൾ സബ്ജക്റ്റീവ് ജഡ്ജ്മെൻ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുക. സോ ഇതിൻ്റെ ആൻസർ ചെയ്ത് വരും ഡയറക്റ്റ് പ്രോബ്ലം സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ റിക്വയർമെന്റ്സ് ഫംഗ്ഷനാലിറ്റിയിൽ നിന്ന് നമ്മൾ സൈസ് മെഷർ ചെയ്യുന്ന ഏതിലാണ്? ലൈൻ ഫംഗ്ഷൻ പോയിന്റിൽ നിന്നാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലെവൽ ഓഫ് കേപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ ഡെവലപ്ഡ് ബൈ ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർണി മെലോൺ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇതിലേതാണ് നമ്മൾ CMM കേപ്പബിലിറ്റി മെച്യൂരിറ്റി മോഡൽ പഠിച്ചില്ലേ, അതിൽ ഏത് ലെവലാണ് ഇല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ കൊടുത്തേക്കുന്നത് ഏത് ലെവലാണ് CMMൽ ശരിക്കും ഇല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയായിരുന്നു CMMന്റെ ലെവൽസ് എന്ന് ഓർമ്മയുണ്ടോ? ഇനീഷ്യൽ, റിപ്പീറ്റബിൾ, ഡിഫൈൻഡ്, മാനേജ്ഡ്, ഒപ്റ്റിമൈസിങ്. ഇത്രയായിരുന്നു എന്ത് വരിക? നമ്മുടെ CMMന്റെ ലെവൽസ് ആയിട്ട് വരിക. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഇനിഷ്യൽ കണ്ടീഷൻ, അൺപ്രഡിക്റ്റബിൾ കണ്ടീഷനെ കാണിക്കും. ദെൻ റിപ്പീറ്റബിൾ, ഒരു ബേസിക് പ്രൊജക്ട് മാനേജ്മെന്റ്. ഡിഫൈൻഡ്, അതിൽ ഫോക്കസ് വരുന്നത് ഡോക്യുമെന്റേഷൻ ആണ്. ദെൻ മാനേജ്ഡ്, അതിൽ ഫോക്കസ് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സിനും പ്രോസസ് കൺട്രോളിനും. ദെൻ ഒപ്റ്റിമൈസേഷനിൽ ഫോക്കസ് വരുന്നത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിനെയും ഇന്നോവേഷനെയാണ്. ഇതിൽ ഒപ്റ്റിമൈസിങ് ഉണ്ട്, റിപ്പീറ്റബിൾ ഉണ്ട്, വേരിഫയബിൾ ഉണ്ടോ? ഇല്ല. ദെൻ വേരിഫയബിൾ ഇല്ല. ദെൻ ഡിഫൈൻഡ് ഉണ്ടോ? ഡിഫൈൻഡ് ഉണ്ട്. സോ ഇതിന്റെ ആൻസർ വരിക എന്താണ്? ഓപ്ഷൻ സി, വേരിഫയബിൾ ആണ്. നോക്കി വെച്ചേക്കണേ, അതിന്റെ എല്ലാ ലെവൽസും പേരെങ്കിലും നോക്കി വെച്ചേക്കാം. Next, if a real-time system is used to control the safety system in a car, it must detect a possible crash and inflate an airbag before the driver's head hits the steering wheel. Which control model is suitable for this? അതായത് നമ്മളൊരു കാറിൽ ഒരു റിയൽ ടൈം സിസ്റ്റം വെക്കുകയാണ്, ഒരു സേഫ്റ്റി സിസ്റ്റം. അതായത് ഒരു ക്രാഷ് ഉണ്ടാവാൻ ടൈമിൽ അല്ലെങ്കിൽ ഒരു ക്രാഷ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് എയർ ബാഗ് തന്നെ ഇൻഫ്ലേറ്റ് ആയിട്ട് വരണം. അതിന് യൂസ് ചെയ്യുന്ന മോഡൽ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻട്രപ്റ്റ് ഡ്രിവൺ, ബ്രോഡ്കാസ്റ്റ് മോഡൽ, മാനേജർ മോഡൽ, അബ്സ്ട്രാക്ട് മെഷീൻ മോഡൽ. അത് നമുക്ക് മനസ്സിലാക്കിയെടുത്തൂടെ ഏത് തന്നെയാണ്? ഇൻട്രപ്റ്റ് ഡ്രിവൺ മോഡൽ അല്ലേ. പെട്ടെന്നൊരു ഇൻട്രപ്റ്റ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കണം. അതായത് ഒരു റിയൽ ടൈമിൽ എയർ ബാഗ് കൺട്രോളറിനെ ഹാൻഡിൽ ചെയ്യുകയും അവിടെ ഡിസിഷൻസ് മേക്ക് ചെയ്യുകയും വേണം. അപ്പൊ അതിന് പറ്റുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഇൻട്രപ്റ്റ് ഡ്രിവൺ മോഡൽ മാത്രമേ ഉള്ളൂ. ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ സെയിം മെസ്സേജ് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഇമ്മീഡിയറ്റ് പ്രോസസ്സിംഗ് ഒന്നും നടക്കില്ല. നെക്സ്റ്റ്, മാനേജർ മോഡൽ. മാനേജർ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിയസ് കമ്പോണൻസിനെയും സബ്സിസ്റ്റത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും അതേപോലെ കോർഡിനേറ്റ് ചെയ്യാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് മാനേജർ മോഡൽ. പിന്നെ വരുന്നത് അബ്സ്ട്രാക്ട് മെഷീൻ മോഡൽ. അബ്സ്ട്രാക്ട് മെഷീൻ മോഡൽ എന്ന് പറയുമ്പം ഒരു ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനിൽ നിന്നുകൊണ്ട് എന്താണ് സിസ്റ്റത്തിന്റെ ബിഹേവിയറും ഫങ്ഷണാലിറ്റിയും ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് മെഷീൻ മോഡൽ. ഇവർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ബിഹേവിയർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻസർ ഇൻട്രപ്റ്റ് ഡ്രിവൺ മോഡൽ.
നെക്സ്റ്റ്, which of the following requirement elicitation method is used to understand the social and organizational requirements? ഈ താഴെ കൊടുത്തേക്കുന്ന കുറച്ച് എലിസിറ്റേഷൻ മെത്തേഡ്സ് ആണ്, റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ഇതിൽ ഏതാണ് നമുക്ക് സോഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ റിക്വയർമെന്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് എലിസിറ്റേഷൻ മെത്തേഡ്സ് ഉണ്ട്. പ്രോട്ടോടൈപ്പിംഗ് ഉണ്ട്, ഇന്റർവ്യൂസ് ഉണ്ട്, സർവേസ് ഉണ്ട്, ഫോക്കസ് ഗ്രൂപ്പുകളുണ്ട്, എത്നോഗ്രഫി, സിനേറിയോസ്, യൂസ് കേസ്, ദെൻ VORD, വോർഡ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? എലിസിറ്റേഷൻ മെത്തേഡ്സിൽ വരുന്നത് തന്നെയാണ്. പക്ഷേ ഇതിൽ ഏതാണ് സോഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ എന്താണ് എത്നോഗ്രഫി എന്ന് നോക്കാം. എത്നോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസേഴ്സിനെ അവരുടെ നാച്ചുറൽ വർക്ക് എൻവയോൺമെന്റിൽ ഒബ്സർവ് ചെയ്യുകയും അവിടെ നിന്ന് അവരുടെ സോഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ കണ്ടക്സ്റ്റുകൾ മനസ്സിലാക്കാനും അവരുടെ വർക്ക് ഫ്ലോ, സോഷ്യൽ ഇൻട്രാക്ഷൻ, അതുപോലെ കൾച്ചറൽ ഫാക്ടേഴ്സ്, അൺസ്പോക്കൺ റൂൾസ്, ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു എത്നോഗ്രഫി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സിനേറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ, സിനേറിയോ ആ പേര് തന്നെയില്ലേ, ആ സ്പെസിഫിക് സിറ്റുവേഷനിൽ സിസ്റ്റം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ കൊടുത്തിട്ട് അതിലേക്ക് യൂസർ എങ്ങനെ ഇന്ററാക്ട് ചെയ്യും, അത് മനസ്സിലാക്കുന്നതാണ് സിനേറിയോ. യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസോ അല്ലെങ്കിൽ ഈ ഒരു ഫങ്ഷണൽ യൂസർ റിക്വയർമെന്റ്സോ ആയിരിക്കും യൂസ് കേസിൽ വരിക. ദെൻ VORD, വോർഡിൽ വരുന്നത് വ്യൂ പോയിന്റ് ഓറിയന്റഡ് റിക്വയർമെന്റ്സ് ഡെഫിനിഷൻ. വ്യൂ പോയിന്റ് ഓറിയന്റഡ് റിക്വയർമെന്റ്സ് ഡെഫിനിഷൻ ആണ്. ഇതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കും അനലൈസ് ചെയ്യുക. ആ ഒരു സ്റ്റേക്ക് ഹോൾഡർ പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ട് സിസ്റ്റം റിക്വയർമെന്റ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് വോർഡിൽ വരുന്നത്. അപ്പൊ ഇതിൽ സോഷ്യൽ ആൻഡ് ഓർഗനൈസേഷണൽ റിക്വയർമെന്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാ? എത്നോഗ്രഫി, ഓപ്ഷൻ ബി. Next, which one of the following maintenance involves enhancing functionalities of the system according to customers' requirements? കസ്റ്റമറിന്റെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫങ്ഷണാലിറ്റീസിനെ എൻഹാൻസ് ചെയ്യുന്ന മെയിൻ്റനൻസിന്റെ പേര്. കറക്റ്റീവ്, അഡാപ്റ്റീവ്, പെർഫെക്റ്റീവ്, നൺ ഓഫ് ദി അബവ്. എന്താണ് മൂന്നെന്ന് നോക്കാം. കറക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ബഗ്സിനെ ഡിറ്റക്ട് ചെയ്യുക, അല്ലെ അതിനെ എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. അതാണ് എന്തിന്റെ ജോലി? ഈ ഒരു കറക്റ്റീവ് മെയിൻ്റനൻസിൽ വരിക. നമ്മളൊരു സോഫ്റ്റ്വെയർ ഫുള്ളി എന്ത് ചെയ്തു? കൊടുത്തു. അതിന് ശേഷവും ഇതിനകത്ത് ബഗ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഇല്ലേ? അപ്പോൾ ആ ബഗ്സിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ആ ഡിഫക്ട്സിനെ പരിഹരിച്ചു കൊടുക്കുക, ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതാണ് കറക്റ്റീവ് മെയിൻ്റനൻസ്. അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച്ഡ് എൻവയോൺമെൻറ്റ്, ഇപ്പം നമ്മൾ ആ സോഫ്റ്റ്വെയറിനെ ബിൽഡ് ചെയ്യുന്ന എൻവയോൺമെൻറ്റിൽ നിന്നും അത് മാറുകയല്ലേ. അപ്പം ആ ഒരു മാറ്റം, ആ ഒരു പുതിയ ചേഞ്ച്ഡ് എൻവയോൺമെൻറ്റിലേക്ക് ഇതെങ്ങനെ മീൻസ് അതിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിൽ വരുത്തുന്ന ചേഞ്ചസ്, അതായത് പുതിയ ചേഞ്ച് ചെയ്യപ്പെട്ട പുതിയ എൻവയോൺമെൻറ്റിലേക്ക് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ചേഞ്ചസ് ആണ് എന്തെന്ന് പറയുന്നത്? അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിൻ്റെ സജഷനും യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സിനും അനുസരിച്ചിട്ട് നമ്മൾ പുതിയ ഫീച്ചേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഇതിൻ്റെ ആൻസർ പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് അല്ലേ? കാരണം യൂസറിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് ഫങ്ഷണാലിറ്റീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ്റനൻസ് ആണ് എന്ത്? പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ഫുള്ള് നോക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്കത് ക്ലിയർ ആക്കിയെടുക്കാം. ഓക്കെ, താങ്ക് യു.